നീ പരിത്യജിക്കപ്പെട്ട, ജയിലിൽ കിടന്ന, അവഗണിക്കപ്പെട്ട, നിന്ദിക്കപ്പെട്ട, വിലയില്ലാതെ പോയ വ്യക്തിയാണോ? ദൈവപുത്രനായ ഈശോ നിന്നെയാണ് ആദ്യം തേടുന്നത്, നിന്നെയാണ് ആദ്യം ബഹുമാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. നീ മുറിവേറ്റവനാണോ? നീ ഒരു മുറിവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവനാണോ? നിനക്ക് ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഭൂതകാലമുണ്ടോ? ദൈവത്തിന് ഇത് പ്രശ്നമല്ല. നിന്നെ തേടി അവിടുന്ന് വരും. അതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട ഈ അധ്യായത്തിൽ എന്തിനാണ് അതവിടെ ചേർത്ത് വെച്ചത്? അവൻ 7 പിശാചുക്കളെ പുറത്താക്കി. നമ്മളത് മൂടി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആരും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത ഭൂതകാലം നമുക്കുണ്ട്. ഇതുവരെ സ്വന്തം ഭാര്യയോടോ ഭർത്താവിനോടോ പറയാത്ത ചില രഹസ്യങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമുണ്ട്. നമുക്ക് വിശ്വാസമില്ല. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായി. പക്ഷെ വചനം വെളിപ്പെടുത്തുകയാണ്. ഇതാ ദൈവമാദ്യം പ്രത്യക്ഷപ്പെട്ട മഗ്ദലേന മറിയം 7 പിശാചുക്കളിൽ നിന്ന് മോചനം പ്രാപിച്ച വ്യക്തിയാണ്. ഇതിനൊരു ഭൂതകാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ വ്യക്തി ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊരു വചനം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പോലും അറിയാതെ നമ്മിലും ഈ പിശാചുക്കൾ ഭരണം നടത്തുകയാണ്. നമ്മൾ പോലും അറിയാതെ. നീ പിശാച് പറയുന്നത് വ്യക്തിയല്ല, നീ വിലയില്ലാത്തവനല്ല, നീ ബഹുമാനിക്കാൻ യോഗ്യനല്ലാത്തവനല്ല. നീ ഇപ്പോഴും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട, ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന വിലയുള്ള വ്യക്തിയാണ്. പലരും പറയുന്നൊരു ഉദാഹരണമാണ്, ഒരു 1000 രൂപ ചുരുട്ടി കൂട്ടി അത് ഒരു വേസ്റ്റ് ബോക്സിലിട്ടാലും, ഒരു പൊട്ടക്കിണറ്റിലിട്ടാലും, ചെളിയിലിട്ടാലും അതിൻ്റെ വിലയ്ക്ക് മാറ്റമില്ല എന്ന് പറയുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നാം വിലപ്പെട്ടവരാണ്. അപ്പൊ പിശാച് പറഞ്ഞിരിക്കുകയാണ്, നീ വിലയില്ലാത്തവനാണ്. ഈ നുണചിന്തയാണ് പ്രിയപ്പെട്ടവരെ നിന്നെ ബന്ധനത്തിലാക്കിയിരിക്കുന്നത്. നീ ആരാണെന്ന് മനസ്സിലാക്കണം. നിന്റെ പിതാവിന് ഇപ്പോഴും നിന്നോട് ഒരു വിഷമവുമില്ല. നമ്മുടെ നാട്ടിൽ ഒത്തിരി പൊട്ട പഴഞ്ചൊല്ലുകളുണ്ട്. കുറേ പഴഞ്ചൊല്ലുകൾ ബൈബിളിൽ നിന്ന് എടുത്താണ്. അതൊക്കെ കറക്റ്റാണ്. താൻ കുഴിച്ച കുഴി താൻ തന്നെ വീഴി, ഇങ്ങനെ കുറേ പഴഞ്ചൊല്ലുകളുണ്ട്. പക്ഷെ ഒരു പൊട്ട തെറ്റായ പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ലിൻ്റെ പേരാണ് പുകഞ്ഞ കൊള്ളി പുറത്ത്. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ് പുകഞ്ഞ കൊള്ളിയും അകത്ത്. നമ്മളാണ് പുകഞ്ഞ കൊള്ളിയെ പുറത്ത് കളയുന്നത്. ദൈവം അങ്ങനെ. ആരായിരുന്നു ഈ ധൂർത്തപുത്രൻ? പുകഞ്ഞ കൊള്ളി. ആരായിരുന്നു സക്കീവുസ്? പുകഞ്ഞ കൊള്ളി. ആരായിരുന്നു ചുങ്കക്കാരൻ മത്തായി? പുകഞ്ഞ കൊള്ളി. ആരാണ്? നമ്മൾ ഓരോരുത്തരും പുകഞ്ഞ കൊള്ളികളായിരുന്നു. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം നമ്മളെ അകത്ത് വെച്ചിരിക്കുകയാണ്. നമ്മെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനത്തിൻ്റെ, തിന്മയുടെ ദുരാത്മാക്കൾ നമ്മൾ വിട്ടുപോകുന്നത് നമ്മൾ സത്യം അറിയുമ്പോഴാണ്, യേശുവിനെ അറിയുമ്പോഴാണ്, യേശുവിൻ്റെ വചനം അറിയുമ്പോഴാണ്, ഈ വചനം നാം കൺസ്യൂം ചെയ്യുമ്പോഴാണ് മറഞ്ഞിരിക്കുന്ന ഈ ദുർഭൂതങ്ങൾ നമ്മിൽ നിന്ന് പുറത്തു വരികയും നാം വിടുതൽ പ്രാപിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യ പ്രകൃതിയുള്ള ആളുകളായിരിക്കാം. എത്ര ശ്രമിച്ചിട്ടും ഈ ദേഷ്യം നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അപ്പോൾ നിങ്ങൾ അറിയണം, ഇത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല ഇതിരിക്കുന്നത്. ഇത് ഒരു ദുരാരൂപിയുടെ ആക്രമണമാണ്. നിങ്ങളോട് പണ്ട് ദേഷ്യപ്പെട്ടതിൻ്റെ പേരിൽ, നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങളോട് ദേഷ്യപ്പെട്ടു, നിങ്ങളോട് കോപിച്ചു, നിങ്ങളെ മുറിവേൽപ്പിച്ചു. അത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം ഒരു സ്പിരിറ്റ്, ഒരു ദുരാത്മാവ് ആ മുറിവിലിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പല ദുരാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുടെയും കാരണം ആന്തരിക മുറിവുകളാണ്. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, പഴയ മുറിവുകൾ. ആ മുറിവിൽ നിന്ന് മോചനം കിട്ടാത്തതുകൊണ്ട് ആ മോചനം കിട്ടുന്നവരെ ആ മുറിവ്, ആ സ്പിരിറ്റ് അവിടെ ഇരിക്കും. നമ്മുടെ യുദ്ധം, എഫേസോസ് 6:11 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുകയാണ്. നമ്മുടെ യുദ്ധം മനുഷ്യ മാംസരക്തങ്ങൾക്കെതിരായിട്ടല്ല, പിന്നെയോ ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കെതിരായിട്ടാണ്. ഈ നമ്മുടെ ശത്രുവാരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ പിശാചിൻ്റെ പേര് തന്നെ നമ്മൾ അറിഞ്ഞാൽ മതി, നമുക്ക് മനസ്സിലാകും നമ്മുടെ ശത്രുവാരാണെന്ന്. അവൻ മറഞ്ഞിരിക്കുന്നവനാണ്. അവൻ പുറത്ത് കാണിക്കുന്നതൊന്ന്, അവൻ ഉള്ളിലിരിക്കുന്നത് മറ്റൊന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ മലേറിയയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലകറക്കം ഉണ്ടാകുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇടയ്ക്ക് അദ്ദേഹത്തിന് ഭയങ്കരമായ തലകറക്കമാണ്. അപ്പോൾ ഇത് പല മരുന്ന് കഴിച്ചു, സംഭവം മാറുന്നില്ല. പെട്ടെന്ന് പുള്ളിക്ക് തലകറങ്ങുന്നു, വീഴുന്ന പോലെ തോന്നുന്നു. പക്ഷേ അതിൻ്റെ റൂട്ട് സ്പിരിറ്റ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് റിപ്രസ്ഡ് മോക്കറി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പണ്ട് അപ്രതീക്ഷിതമായി സമൂഹത്തിന് മുമ്പിൽ വെച്ച് കളിയാക്കപ്പെട്ട് ആ മുറിവ് അദ്ദേഹത്തിന് ഉള്ളിലിരിക്കുകയാണ്.
ഇതാണ് എപ്പോഴെങ്കിലും പ്രതികൂലമായൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു തലകറക്കമായി അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത്. ആ റൂട്ട് നീക്കിക്കളയാതെ ഇദ്ദേഹത്തിൻ്റെ തലവേദന വിട്ടുപോകുന്നില്ല. ഇത് മരുന്ന് കൊണ്ട് മാറുന്ന ഒരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ഇത് പ്രഭാഷകന്റെ പുസ്തകം 38 അധ്യായം 9-10 വാക്യങ്ങളിൽ വചനം പറയുകയാണ്, മകനെ, നിനക്ക് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നമ്മളോട് ഒരാൾ പറയുകയാണ് എനിക്ക് രോഗമുണ്ട്, തലവേദനയുണ്ട്, തലകറക്കമാണെന്ന് പറയുമ്പോൾ മനുഷ്യരായി നമ്മൾ എന്ത് പറയും? അതിന് മരുന്നെടുക്ക്. ഒരു നേഴ്സിനോടാണെങ്കിൽ നേഴ്സ് അപ്പം മരുന്നിൻ്റെ പേരും പറഞ്ഞു തരും. ഡോക്ടറാണെങ്കിൽ പറയും ഇന്ന ആശുപത്രി പോകാൻ പറയും, ഇന്ന ഡോക്ടറെ കാണാൻ പറയും. പക്ഷെ ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട നമ്മോട് നമ്മുടെ സൃഷ്ടാവായ ദൈവം പറയുകയാണ്, മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഈ പ്രഭാഷകന്റെ പുസ്തകം 38 അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ അറിയണം. 1 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവിടെ നിന്നാണ് ഫിസിഷ്യനെ, അവിടെ നിന്നാണ് വൈദ്യനെ സൃഷ്ടിച്ചത്. വൈദ്യനെ ബഹുമാനിക്കുക, നിനക്കവനെ ആവശ്യമുണ്ട്, കർത്താവാണ് അവനെ നിയോഗിച്ചത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഈ വിശുദ്ധ അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളാണ് നാം വായിച്ചത്. വൈദ്യനെ സൃഷ്ടിച്ചുകൊണ്ട് വൈദ്യനവിടെ ഉണ്ട് എന്ന യാഥാർത്ഥ്യം ദൈവം അനുസ്മരിച്ചുകൊണ്ട്, ചില രോഗങ്ങളിൽ വൈദ്യനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദൈവം പറയുകയാണ്, എന്നാൽ ചില രോഗം വരുമ്പോൾ, ചില രോഗമെന്നല്ല, എന്ത് രോഗം വന്നാലും ആദ്യം ചെയ്യേണ്ടത് കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക, അപ്പോൾ നീ സുഖപ്പെടും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ചില ലക്ഷണങ്ങൾ നിങ്ങളോട് പറയാം. കാരണം ഇത് വിടുതൽ ധ്യാനത്തിൽ നമുക്ക് കിട്ടേണ്ട വെളിപ്പെടുത്തലുകളാണ്. യോഹന്നാൻ 8:32 ഇതിൻ്റെ അടിസ്ഥാനപരമായി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ റൂട്ട് അറിയേണ്ടത്? പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ഇരുട്ടുള്ളൊരു സ്ഥലത്തേക്ക് ഒരു ടോർച്ചടിച്ചാൽ അവിടെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരികയാണ്. അത് പുറത്തു വന്നാൽ തന്നെ വിടുതലായി. ദൈവിക കാര്യങ്ങളുടെ ഒരു പ്രത്യേകത ഇതാണ്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമുക്കൊന്ന് ചേർന്നൊന്ന് ആവർത്തിക്കാം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ശ്രദ്ധിക്കുക, സത്യം എന്ന് പറയുന്ന ഒരു ആശയമല്ല, ഒരു വ്യക്തിയാണ്. അത് ഈശോയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഇനി സത്യത്തിൻ്റെ ഒരു യഥാർത്ഥ മുഖം എന്ന് പറയുന്ന വചനമാണ്. യോഹന്നാൻ 17:17 പറയുകയാണ്, അങ്ങയുടെ വചനമാണ് സത്യം എന്ന് പറഞ്ഞാൽ ഈശോ നമ്മോട് സംസാരിക്കുന്ന ദൈവവചനത്തിലൂടെയാണ്. ഈ ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തലുകൾ നമുക്ക് കിട്ടുമ്പോൾ നാം സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനത്തിൻ്റെ, തിന്മയുടെ, ദുരാത്മാക്കൾ നമ്മൾ വിട്ടുപോകുന്നത് നമ്മൾ സത്യം അറിയുമ്പോഴാണ്, യേശുവിനെ അറിയുമ്പോഴാണ്, യേശുവിൻ്റെ വചനം അറിയുമ്പോഴാണ്. ഈ വചനം നാം കൺസ്യൂം ചെയ്യുമ്പോഴാണ് മറഞ്ഞിരിക്കുന്ന ഈ ദുർഭൂതങ്ങൾ നമ്മിൽ നിന്ന് പുറത്തു വരികയും നാം വിടുതൽ പ്രാപിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യ പ്രകൃതിയുള്ള ആളുകളായിരിക്കാം. എത്ര ശ്രമിച്ചിട്ടും ഈ ദേഷ്യം നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അപ്പോൾ നിങ്ങൾ അറിയണം, ഇത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല ഇതിരിക്കുന്നത്, ഇത് ഒരു ദുരാരൂപിയുടെ ആക്രമണമാണ്. നിങ്ങളോട് പണ്ട് ദേഷ്യപ്പെട്ടതിൻ്റെ പേരിൽ, നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങളോട് ദേഷ്യപ്പെട്ടു, നിങ്ങളോട് കോപിച്ചു, നിങ്ങളെ മുറിവേൽപ്പിച്ചു. അത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം ഒരു സ്പിരിറ്റ്, ഒരു ദുരാത്മാവ് ആ മുറിവിലിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പല ദുരാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുടെയും കാരണം ആന്തരിക മുറിവുകളാണ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, പഴയ മുറിവുകൾ. ആ മുറിവിൽ നിന്ന് മോചനം കിട്ടാത്തതുകൊണ്ട് ആ മോചനം കിട്ടുന്നവരെ ആ മുറിവ്, ആ സ്പിരിറ്റ് അവിടെ ഇരിക്കും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പനക്കലച്ചൻ ഇന്നലെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു അശുദ്ധി അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു സാധനം, ഒരു ചീഞ്ഞളിഞ്ഞ സാധനം ഇരിക്കുന്നിടത്തോളം കാലം ഈച്ച വരും. അത് മാറ്റാത്തോടത്തോളം കാലം ഈച്ച അവിടെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. സ്പിരിറ്റ് ശല്യം ചെയ്യും. ഉറങ്ങാത്ത മുറിവ് അത് പിശാചിൻ്റെ ഇരിപ്പിടമാണ്. ക്ഷമിക്കാത്ത ഹൃദയം പിശാചിൻ്റെ പണിപ്പുരയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ റൂട്ട് അറിയുകയും അതിനെ നിന്ന് മോചനം പ്രാപിക്കുകയും ചെയ്യണം. നിങ്ങൾ സത്യം അറിയണം, ആ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. ഇനി
കോപം നിങ്ങൾക്ക് പിടിച്ചു കിട്ടാൻ പറ്റാത്ത, നിങ്ങൾക്ക് ഒരിക്കലും മോചനം പ്രാപിക്കാത്ത ഒന്നാണ് ദേഷ്യമെങ്കിൽ അറിയുക, അതൊരു സ്പിരിറ്റാണ്. നമ്മൾ അതിനെ ശാസിക്കണം, അതിൽ നിന്ന് പുറത്തു കിടക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ധരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇനി ചിലരുണ്ട്, അവർക്ക് അഹങ്കാര ചിന്തകളാണ്. അവർക്ക് തന്നെ അറിയാം അഹങ്കാര ചിന്തകളുണ്ട്. പിന്നെ അവരുടെ സംസാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഒരു അഹങ്കാരത്തിൻ്റെതായ, ഞാൻ അങ്ങനെ ഒരു മോശക്കാരനല്ല, എനിക്ക് ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമില്ല, ഞാൻ അധ്വാനിച്ച് തന്നെയാണ് ഈ അവസ്ഥയിലെത്തിയത്. ഈ അഹങ്കാര ചിന്തയുടെ റൂട്ട് എന്ന് പറയുന്നത് ദൈവവിശ്വാസമില്ലായ്മയാണ്. സ്പിരിറ്റ് ഓഫ് അത്തൈസം എന്ന് പറയും. ദൈവവിശ്വാസമില്ലാത്തവൻ എന്തു ചെയ്യും? അവനെ തന്നെ ആശ്രയിക്കും. നമ്മൾ വായിക്കുന്നു, ഇത് നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളാണ്. നമുക്ക് ഇതൊന്ന് വായിക്കാം. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 16. നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന മരുഭൂമിയിൽ വച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി, നിങ്ങളെ എളിമപ്പെടുത്താനും പരീക്ഷിക്കാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കാനുമായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയണം, മന്ന സ്വർഗത്തിൽ നിന്ന് സൗജന്യമായി ഔദാര്യമായി നൽകപ്പെട്ടതാണ്. അപ്പോൾ അവരുടെ അധ്വാനം കൊണ്ടാണോ ഇത് കിട്ടിയത്? അല്ല. 17-ാം വാക്യം കൊണ്ട് നമുക്ക് വായിക്കാം. 17-ാം വാക്യം. എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, ഇത് എൻ്റെയൊക്കെ കഠിനാധ്വാനം കൊണ്ടാണ്, ഞാനൊക്കെ എന്തോരം കഷ്ടപ്പെട്ടു? അങ്ങനെ മാതാപിതാക്കൾ മക്കളോട് പറയുന്ന ഒത്തിരി അവസരങ്ങളുണ്ട്. അവർ പറയുകയാണ്, നിനക്കൊന്നും അറിയില്ല എൻ്റെ കഷ്ടപ്പാട്, ഞാൻ പട്ടിണി കിടന്നിട്ടാണ് നിന്നെ വളർത്തിയത്, ഞാൻ ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അർത്ഥം തന്നെ അറിയാതെ തന്നെ ഇതൊരു അഹങ്കാര സ്പിരിറ്റാണ്. നമ്മൾ തിരിച്ചറിയണം. 18-ാം വാക്യം കൊണ്ട് നമുക്ക് വായിക്കാം. നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവവചനം വെളിപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം. എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് തരാൻ അവിടുന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കരബലത്തിൽ, നിങ്ങളുടെ അധ്വാനത്തിൽ, നിങ്ങളുടെ പാരമ്പര്യത്തിൽ എപ്പോഴെങ്കിലും അഭിമാനിക്കുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതാ ഒരു സ്പിരിറ്റ് നിങ്ങളെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സ്പിരിറ്റ് ഓഫ് അത്തൈസമാണ്. എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം ഇല്ലാമ, അവനെ തന്നെ വിശ്വസിക്കുക, അവനെ തന്നെ ആശ്രയിക്കുക. ഇനി മറ്റൊന്നുള്ളത്, എപ്പോഴും അശുദ്ധമായ കാര്യങ്ങളോടുള്ള താല്പര്യം, അശുദ്ധി, മ്ലേച്ഛതകൾ എന്ന് പറഞ്ഞാൽ ലൈംഗികമായ മ്ലേച്ഛതകളോടുള്ള ഒരു താല്പര്യം, അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റാത്ത അവസ്ഥ, കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു ഇംപ്യൂർ ക്യൂരിയോസിറ്റി, അത് ദൈവ നിഷേധത്തിൻ്റെ ദുരാത്മാവാണ്. എപ്പോഴെങ്കിലും ദൈവത്തെ നിഷേധിക്കുക, എനിക്ക് ദൈവത്തെയൊന്നും ആവശ്യമില്ല, എനിക്ക് ദൈവത്തെ കൂടാതെ തന്നെ ജീവിക്കാൻ പറ്റും, അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഉടമ്പടി നമ്മൾ പോലും അറിയാതെ, നമ്മൾ അറിയേണ്ടത് പിശാച് ഒരു തന്ത്രശാലിയായതിനാൽ നമ്മുടെ അറിവ് കൂടാതെ തന്നെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അവൻ കള വിതയ്ക്കുക. നമ്മൾ അലസതയിലായിരിക്കുമ്പോഴാണ് പിശാച് നമ്മിൽ കള വിതയ്ക്കുക. അതുകൊണ്ട് അതാണ് അതിൻ്റെ സ്പിരിറ്റ്. എപ്പോഴെങ്കിലും നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുക, നിഷേധിക്കുക, അങ്ങനെയുള്ള കൂട്ടുകൂടുക, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുക, അങ്ങനെയുള്ള വ്യക്തികളുമായി വ്യാപരിക്കുക. നമ്മൾ ഈ സ്പിരിറ്റിനെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യവും നമ്മുടെ അനുവാദവും ഇല്ലാതെ ഒരു ദുരാത്മാവിനും നമ്മെ പീഡിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇനി പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്, ചെറിയ കാര്യങ്ങളെപ്പോലും അവർക്കൊരു നെർവസ് ആണ്. അവർ ചെറിയൊരു കാര്യങ്ങളെപ്പോലും നെർവസ് ആവുക. അത് ഒരു സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ, ഒരു സ്പിരിറ്റ്, എല്ലാം കൂട്ടിക്കുഴച്ച് എല്ലാം ഒരു കൺഫ്യൂഷനിലാക്കുന്ന ഒരു സ്പിരിറ്റ്. ഈ സ്പിരിറ്റിനെ ബന്ധിച്ചാലാണ് നെർവസ്നെസ്സിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം തന്നെ ഒരു മതിപ്പില്ലാതിരിക്കുക, എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു സ്പിരിറ്റ്, എന്നുള്ളൊരു ചിന്ത. അതിൻ്റെ റൂട്ട് സ്പിരിറ്റ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് സെൽഫ് കണ്ടംനേഷൻ എന്ന് പറഞ്ഞാൽ നിന്നെ ഒന്നിനും കൊള്ളില്ല, നീ ശിക്ഷയ്ക്ക്, നീ നാശത്തിന് വിധിക്കപ്പെട്ടവനാണ്. അങ്ങനെയുള്ള ഒരു സ്പിരിറ്റ്, ഈ സ്പിരിറ്റ് പ്രവർത്തിക്കുന്നിടത്തോളം കാലം വി വിൽ നോട്ട് ഹാവ് സെൽഫ് കോൺഫിഡൻസ്. ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ദൈവം എന്താണ് നമ്മെക്കുറിച്ച് പറഞ്ഞത്? ഏശയ്യ 43:4 ഏശയ്യ 43:4 നാം വായിക്കുകയാണ്. നീ എനിക്ക് വിലപ്പെട്ടവനാണ്, ബഹുമാന്യനാണ്, പ്രിയങ്കരനാണ്, അതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. എന്താണ് ദൈവം പറയുന്നത്? പ്രിയപ്പെട്ടവരെ, മനുഷ്യർ നിന്നെ വിളിച്ചിരിക്കുകയാണ്, നീ ഒരു കള്ളനാണ്, നീ ജയിലിൽ കിടന്നവനാണ്, നിന്നെ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് ഈ ലോകത്തിലുള്ള മനുഷ്യരൊക്കെ പറയുമ്പോൾ
സർവശക്തനായ ദൈവം, ലോകം മുഴുവൻ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ ദൈവം നിന്റെ മുഖത്ത് നോക്കി എല്ലാവരും കേൾക്കെ വിളിച്ചു പറയുകയാണ്, മകനെ, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, ബഹുമാന്യനാണ്, പ്രിയങ്കരനാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്. ചിലപ്പോൾ നിന്റെ ഭാര്യ പറയാണ്, നിന്നെയൊന്നും ഒന്നിനും കൊള്ളില്ല, നിനക്ക് ജോലിയില്ല, നീ ഞാൻ ചെയ്യുന്ന ജോലി കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ ഭാര്യ നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, ചിലപ്പോൾ ഭർത്താവ് നിന്നെ ഭാര്യ എന്ന നിലയിൽ നിന്നെ കുറ്റപ്പെടുത്തുന്നു, എൻ്റെ പൈസ കൊണ്ടാണ് നീ ജീവിക്കുന്നത്. അപ്പോൾ ദൈവം പറയുകയാണ്, നീ എൻ്റേതാണ്, നീ എൻ്റേതാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്, പ്രിയങ്കരനാണ്, വിലപ്പെട്ടവനാണ്. പ്രിയപ്പെട്ടവരെ, ധൂർത്തപുത്രൻ ലോകത്തിന് മുഴുവൻ വില നഷ്ടപ്പെട്ടവനാണ്. ഇവൻ പന്നികളുടെ കൂടെ ജീവിച്ചു എന്ന് പറയുമ്പോൾ ഒരു യഹൂദനെ സംബന്ധിച്ച് അവൻ ഒരു പന്നിക്കൂട്ടിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും കൂടുതൽ ഒരു മനുഷ്യൻ തകരാനില്ല, ഇതിലും കൂടുതൽ ഒരു മനുഷ്യൻ്റെ മാന്യത നഷ്ടപ്പെടാനില്ല. അവന് ഈ ലോകം മുഴുവൻ ഇവനെ കുപ്പത്തൊട്ടിയിൽ തള്ളി. അതാണ് പന്നിക്കൂട്ടിലായിരിക്കുന്ന അവസ്ഥ. ഈ ലോകത്തിലുള്ള മനുഷ്യർ മുഴുവൻ ഇവനെ ഒരു കുപ്പത്തൊട്ടിയിൽ തള്ളിയിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവനെ കണ്ടപ്പോൾ ലൂക്ക 15:20 നമ്മൾ കാണുകയാണ്, ഈ കുപ്പത്തൊട്ടിയിൽ നിന്ന് ഇവൻ ചിന്തിക്കുകയാണ് അവൻ്റെ അപ്പനെക്കുറിച്ച്. അവൻ എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, കുപ്പത്തൊട്ടിയിൽ നിന്ന് മുഴുവൻ മാലിന്യവുമായി ദുർഗന്ധവുമായി വരുന്ന ഒരു മനുഷ്യനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ ഈ ഭൂമിയിൽ ആർക്കും പറ്റില്ല. ആദ്യം പറയും, നീ പോയി കുളിച്ചിട്ട് വാ, നീ ആ പൈസയെല്ലാം തിരിച്ചു താട്ടെ, നീ ഇതുവരെ ചെയ്തതൊക്കെ എനിക്കറിയാം, നീ അതൊക്കെ ശരിയാക്കാതെ എൻ്റെ അടുത്തേക്ക് വരണ്ട, അവിടെ നിൽക്കുമെന്ന് പറയും. പക്ഷെ ദൈവവചനത്തിൽ പറയുകയാണ്, ഇതാ പിതാവ് കുപ്പത്തൊട്ടിയിൽ നിന്ന് ദുർഗന്ധവുമായി വരുന്ന ഒരു മകനെ വാരിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് എല്ലാം പുനഃസ്ഥാപിക്കുകയാണ്. നീ തിരിച്ചറിയണമെന്ന്. നീ ആരാണ്? നീ പിശാച് പറയുന്നത് വ്യക്തിയല്ല, നീ വിലയില്ലാത്തവനല്ല, നീ ബഹുമാനിക്കാൻ യോഗ്യനല്ലാത്തവനല്ല. നീ ഇപ്പോഴും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട, ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന വിലയുള്ള വ്യക്തിയാണ്. പലരും പറയുന്നൊരു ഉദാഹരണമാണ്, ഒരു 1000 രൂപ ചുരുട്ടിക്കൂട്ടി അത് ഒരു വേസ്റ്റ് ബോക്സിലിട്ടാലും ഒരു പൊട്ടക്കിണറ്റിലിട്ടാലും ചെളിയിലിട്ടാലും അതിൻ്റെ വിലയ്ക്ക് മാറ്റമില്ല എന്ന് പറയുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നാം വിലപ്പെട്ടവരാണ്. അപ്പോൾ പിശാച് പറഞ്ഞിരിക്കുകയാണ്, നീ വിലയില്ലാത്തവനാണ്. ഈ നുണചിന്തയാണ് പ്രിയപ്പെട്ടവരെ നിന്നെ ബന്ധനത്തിലാക്കിയിരിക്കുന്നത്. നീ ആരാണെന്ന് മനസ്സിലാക്കണം. നിന്റെ പിതാവിന് ഇപ്പോഴും നിന്നോട് ഒരു വിഷമവുമില്ല. നമ്മുടെ നാട്ടിൽ ഒത്തിരി പൊട്ട പഴഞ്ചൊല്ലുകളുണ്ട്. കുറേ പഴഞ്ചൊല്ലുകൾ ബൈബിളിൽ നിന്ന് എടുത്താണ്, അതൊക്കെ കറക്റ്റാണ്. താൻ കുഴിച്ച കുഴി താൻ തന്നെ വീഴി, ഇങ്ങനെ കുറേ പഴഞ്ചൊല്ലുകളുണ്ട്. പക്ഷെ ഒരു പൊട്ട തെറ്റായ പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ലിൻ്റെ പേരാണ് പുകഞ്ഞ കൊള്ളി പുറത്ത്. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, പുകഞ്ഞ കൊള്ളിയും അകത്ത്. നമ്മളാണ് പുകഞ്ഞ കൊള്ളിയെ പുറത്ത് കളയുന്നത്. ദൈവം അങ്ങനെ. ആരായിരുന്നു ഈ ധൂർത്തപുത്രൻ? പുകഞ്ഞ കൊള്ളി. ആരായിരുന്നു സക്കീവൂസ്? പുകഞ്ഞ കൊള്ളി. ആരായിരുന്നു ചുങ്കക്കാരൻ മത്തായി? പുകഞ്ഞ കൊള്ളി. ആരാണ് നമ്മൾ ഓരോരുത്തരും? പുകഞ്ഞ കൊള്ളികളായിരുന്നു. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം നമ്മളെ അകത്ത് വെച്ചിരിക്കുകയാണ്, നമ്മളെ കൂടെ അകത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ധ്യാനത്തിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ വലിയൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു തീക്കുണ്ടമാണ്, വിടുതലിൻ്റെ ഒരു തീക്കുണ്ടം. നിങ്ങൾക്കൊരു താല്പര്യമില്ല, നിങ്ങളൊരു ബന്ധനത്തിലാണ്. ഈ തീക്കുണ്ടത്തിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങാൻ തീരുമാനിച്ചാൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും. ഇതൊരു ദൈവത്തിൻ്റെ ശക്തമായ ഒരു അഭിഷേക പെരുമഴയാണ്. ഈ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ധ്യാനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെറുതായിട്ടൊന്ന് മനസ്സ് വെച്ചാൽ, നിങ്ങളൊരു വാതിൽ തുറന്നാൽ ഇതാ ഇതിൻ്റെ ചൂട്, ഇതിൻ്റെ ശക്തി, ഇതിൻ്റെ പ്രഭ, ഇതിൻ്റെ കൃപ നിങ്ങളിലേക്കും വ്യാപരിക്കുകയാണ്. എത്ര പച്ച വിറകുമായിക്കൊള്ളട്ടെ, അതൊരു തീക്കുണ്ടത്തിലേക്ക് വീണാൽ അതും എരിയപ്പെടുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അടുക്കളപ്പണിയായിരിക്കാം, 100 കൂട്ടം കാര്യങ്ങളുണ്ടായിരിക്കാം, അതൊന്ന് ഓൺ ചെയ്ത് വെക്കുക. ഇതിലൂടെ വരുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തും. ദൈവം പറയുന്ന എന്താണ്, അതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. ഇതാ ഒരു കുപ്പത്തൊട്ടിയിൽ നിന്ന് ദുർഗന്ധവുമായി മുഷിഞ്ഞ വസ്ത്രവുമായി ദേഹം മുഴുവൻ ചെളി പിടിച്ച് കറപുരണ്ട് ഒരു മനുഷ്യൻ വരികയാണ്. മനുഷ്യരെല്ലാം അകന്നകന്നു പോകുമ്പോൾ ഇതാ ഒരു പിതാവ് ഓടി വന്ന് വാരിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് ഇവനെ ചുംബിക്കുന്നു. ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട്. നിങ്ങളറിയണം, ഈ പിതാവ് നിന്നെ വാരിപ്പുണർന്ന് കെട്ടിപ്പിടിക്കുന്നത് പരസ്യമായിട്ടാണ്, എല്ലാവരും കാണുകയാണ്. പിന്നെ എന്തിനാണ് നീ പേടിക്കേണ്ടത്? പിശാചിൻ്റെ ഒരു നുണയാണ് നീ വിലയില്ലാത്തവനാണെന്നുള്ളത്. നീ ഇപ്പോഴും
വിലയുള്ളവനാണ്. നമ്മളറിയണം ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്നവനാണ്. നമ്മുടെ പ്രത്യേകതയോ പാപിയെ വെറുത്ത് പാപത്തെ സ്നേഹിക്കുന്നതാണ് നമ്മുടെ പ്രത്യേകത. അതുകൊണ്ടാണ് നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നമുക്ക് പാപം ചെയ്തവനെ നാം പുറന്തള്ളുന്നത്. പ്രിയപ്പെട്ടവരെ, പാപിയെ സ്നേഹിക്കുന്ന മനോഭാവം അത് പിതാവിൻ്റെ, ദൈവത്തിൻ്റെ മനോഭാവമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ തിന്മയുടെ ആക്രമണത്തെ ഭയപ്പെടേണ്ടതില്ല, അതിനെ ദൈവത്തിന് സമർപ്പിക്കുക. അതേപോലെ ഒത്തിരി, ഉദാഹരണത്തിന് നുണ പറയുന്ന സ്വഭാവം, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നുണയാണ്. പക്ഷേ അതിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് സെൽഫ് റൈച്ചിയസ്നെസ് എന്ന് പറഞ്ഞാൽ സ്വയം നീതീകരണമാണ്. സ്വയം നീതീകരണം, എനിക്കിങ്ങനെയും തെറ്റുപറ്റില്ല എന്നുള്ള ഒരു ചിന്ത. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കേണ്ടത് ഈ ദുരാരൂപിയെ നാം ശാസിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഓരോരോ പ്രവർത്തനത്തിനും ഓരോരോ മാനിഫെസ്റ്റേഷനും ഒരു റൂട്ട് സ്പിരിറ്റ് ഉണ്ട്. അത് നാം ചിന്തിക്കുന്ന രീതിയിലുള്ളതായിരിക്കണമെന്നില്ല. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമായിരിക്കാം, കോപിക്കുന്ന സ്വഭാവമായിരിക്കാം, അഹങ്കരിക്കുന്ന സ്വഭാവമായിരിക്കാം, വെറുപ്പുള്ളിൽ വച്ചിരിക്കുന്ന സ്വഭാവമായിരിക്കാം, അശുദ്ധിയോടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവമായിരിക്കാം, തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം, ചെറിയ കാര്യങ്ങളിൽ പോലും ആകുലപ്പെടുകയും ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയായിരിക്കാം, നെർവസ് ആകുന്ന സ്വഭാവമായിരിക്കാം, സ്വയം സ്നേഹമില്ലാത്ത, സ്വയം മതിപ്പില്ലാത്ത അവസ്ഥയായിരിക്കാം, തന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന സ്വഭാവമായിരിക്കാം, കുറ്റബോധത്തിൽ കഴിയുന്ന അവസ്ഥയായിരിക്കാം, ഒന്നിലും സംതൃപ്തി കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം, ചെറിയ കാര്യങ്ങളിൽ പോലും ഭയങ്കരമായിട്ട് ഭയപ്പെടുന്ന അവസ്ഥയായിരിക്കാം, വിദ്വേഷവും വെറുപ്പും മനസ്സിൽ വയ്ക്കുന്ന സ്വഭാവമായിരിക്കാം, ചിലപ്പോൾ ഇൻ്റലക്ച്വൽ പ്രൈഡായിരിക്കാം, അസൂയപ്പെടുന്ന സ്വഭാവമായിരിക്കാം, മറ്റുള്ളവരുടെ അഭിവൃദ്ധിയിലുള്ള അസ്വസ്ഥതയായിരിക്കാം, എപ്പോഴും കുറ്റം വിധിക്കുന്ന സ്വഭാവമായിരിക്കാം, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളിലുള്ള വിശ്വാസമായിരിക്കാം, അന്ധവിശ്വാസങ്ങളിൽ ശരണപ്പെടുന്ന സ്വഭാവമായിരിക്കാം, അതുപോലെ തന്നെ ആകുലപ്പെടുന്ന സ്വഭാവമായിരിക്കാം, മറ്റുള്ളവരുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം, ചെറിയ കാര്യങ്ങളിൽ പോലും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് നാം കണ്ടെത്തണം. എന്തിൻ്റെ? എപ്പോഴോ എവിടെയോ നമ്മിൽ നാം പോലും അറിയാതെ നാം വിളിച്ചു വരുത്തിയ ഒരു ദുരാരൂപിയുടെ പ്രവർത്തനം. ഈ ദുരാരൂപിയെ നമുക്ക് ശാസിക്കാനുള്ള അധികാരം ദൈവം തന്നിരിക്കുകയാണ്. ഈ ദുരാരൂപിയെ നാം ദൈവത്തിന് മുമ്പിൽ അടിയറ വയ്ക്കണം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഈ ദുരാരൂപികൾ ഇങ്ങനെയായിരിക്കെ പ്രധാനമായിട്ടും 7 തരത്തിലുള്ള ദുരാരൂപികളാണ് നമ്മെ വേട്ടയാടുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ കാർഡിനൽ സിൻസ് എന്നാണ് പറയുന്നത്. കാർഡിനൽ സിൻസ് എന്ന് പറഞ്ഞാൽ കർദിനാളന്മാർ ചെയ്യുന്ന പാപം എന്നല്ല അതിൻ്റെ അർത്ഥം, മാരക പാപങ്ങൾ എന്നാണ് അർത്ഥം. അത് 7 എണ്ണമാണുള്ളത്. ഇതെങ്ങനെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്. ഇത് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 9-ാം വാക്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്. ഇത് മഗ്ദലേന മറിയത്തെക്കുറിച്ചാണ്. ഈ മഗ്ദലേന മറിയത്തിൽ നിന്ന് ദൈവം അവിടെ നിന്ന് പുറത്താക്കിയത് 7 പിശാചുക്കളെയാണ്. നമുക്കൊന്ന് വായിക്കാം. ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ആദ്യം മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ പുറത്താക്കിയത്. പ്രിയപ്പെട്ടവരെ, ഇത് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ്. അതിലെ 9-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദൈവപുത്രനായ പരമപരിശുദ്ധനായ ലോകസൃഷ്ടാവായ യേശു ക്രിസ്തു ഉദ്ധിതരായതിനു ശേഷം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തി, ശ്രദ്ധിക്കുക, ഒരു നൊട്ടോറിയസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ്. 7 പിശാചുക്കൾ ഭരണം നടത്തിയ തിന്മയുടെ കൂട്ടിൽ കിടന്ന ഒരു വ്യക്തിക്കാണ് ദൈവം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. നീ പരിത്യജിക്കപ്പെട്ട, ജയിലിൽ കിടന്ന, അവഗണിക്കപ്പെട്ട, നിന്ദിക്കപ്പെട്ട, വിലയില്ലാതെ പോയ വ്യക്തിയാണോ? ദൈവപുത്രനായ ഈശോ നിന്നെയാണ് ആദ്യം തേടുന്നത്, നിന്നെയാണ് ആദ്യം ബഹുമാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. നീ മുറിവേറ്റവനാണോ? നീ ഒരു മുറിവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവനാണോ? നിനക്ക് ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഭൂതകാലമുണ്ടോ? ദൈവത്തിന് ഇത് പ്രശ്നമല്ല. നിന്നെ തേടി അവിടുന്ന് വരും. അതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട ഈ അധ്യായത്തിൽ എന്തിനാണ് അതവിടെ ചേർത്ത് വെച്ചത്? അവൻ 7 പിശാചുക്കളെ പുറത്താക്കി. നമ്മളത് മൂടി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആരും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത ഭൂതകാലം നമുക്കുണ്ട്. ഇതുവരെ സ്വന്തം ഭാര്യയോടോ ഭർത്താവിനോടോ പറയാത്ത ചില രഹസ്യങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമുണ്ട്. നമുക്ക് വിശ്വാസമില്ല. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായി.
പക്ഷെ വചനം വെളിപ്പെടുത്തുകയാണ്. ഇതാ ദൈവമാദ്യം പ്രത്യക്ഷപ്പെട്ട മഗ്ദലേന മറിയം 7 പിശാചുക്കളിൽ നിന്ന് മോചനം പ്രാപിച്ച വ്യക്തിയാണ്. ഇതിനൊരു ഭൂതകാലമുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ഈ വ്യക്തി ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊരു വചനം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പോലും അറിയാതെ നമ്മിലും ഈ പിശാചുക്കൾ ഭരണം നടത്തുകയാണ്, നമ്മൾ പോലും അറിയാതെ. അതുകൊണ്ടാണ് സിംബോളിക്കായിട്ട് നമുക്ക് വേറൊരു വചനമുണ്ട്. ഇത് 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 10-ാം വാക്യമാണ്. നാമാനോട് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ പറഞ്ഞു, നീ 7 പ്രാവശ്യം ജോർദാൻ നദിയിൽ പോയി കുളിക്കുക. എലീശാ ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതി പ്രാപിക്കും. ഇത് ദൈവവചനമാണ്. 7 പ്രാവശ്യം കുളിക്കുക. ഈശോ പത്രോസിനോട് പറഞ്ഞല്ലോ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. പ്രിയപ്പെട്ടവരെ, ഈ വിടുതൽ ധ്യാനം നമ്മെ ദൈവം കഴുകാൻ ആഗ്രഹിക്കുന്ന ധ്യാനമാണ്. നമ്മളറിയണം, നമുക്ക് നമ്മെ തന്നെ കഴുകാനോ, നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനോ, നമ്മുടേതായ തിന്മയിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാനോ നമ്മുടെ കഴിവുകൊണ്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് സർവശക്തനായ ദൈവം നമ്മെ കഴുകാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഈ ദൈവത്തെ അനുസരിച്ച് 7 പ്രാവശ്യം കുളിക്കാൻ തയ്യാറാകുക. ഇനി ഈ 7 മൂലപാപങ്ങൾ ഇതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാവുന്നതാണ് ഈ മൂലപാപങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഇതൊരു പാപം എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത് ഒരു പാപ പ്രവണതയാണ്. എന്ന് പറഞ്ഞാൽ ഈ 7 പാപ പ്രവണതകളിൽ നിന്നാണ് മറ്റെല്ലാ പാപങ്ങളും ഉത്ഭവിക്കുന്നത്. ഇതാണ് സഭ പഠിപ്പിക്കുന്നത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഈ 7 മൂലപാപങ്ങളെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ പ്രായോഗികമായ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പ്രതിപാദിക്കുന്നുള്ളൂ. ഈ വിടുതൽ ധ്യാനത്തിൽ നമുക്ക് വിടുതൽ കിട്ടേണ്ടത് ഈ 7 മൂലപാപങ്ങളിൽ നിന്നാണ്. ഈ വിടുതൽ കിട്ടാനായിട്ട് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ 7 മൂലപാപങ്ങളെക്കുറിച്ച്. ഒന്നാമതായിട്ട്, ഈ മൂലപാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ 7 വരങ്ങളുണ്ട്. 7 വരങ്ങൾ. 7 മൂലപാപങ്ങളാണെങ്കിൽ ദൈവം നമുക്ക് 7 ദാനങ്ങൾ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈശോ കുരിശിൽ മരിക്കുന്ന സമയത്ത് 7 വിശുദ്ധ വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈശോ നമുക്ക് പുണ്യങ്ങൾ, നമ്മൾ വളരാൻ വേണ്ടിയിട്ടുള്ള പുണ്യങ്ങൾ നമ്മെ അഭ്യസിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പുറത്തു കിടക്കാനുള്ള അത്ഭുതകരമായ പ്രാർത്ഥനകളുമുണ്ട്. അങ്ങനെയാണ് ഈ 7 മൂലപാപങ്ങളെക്കുറിച്ച് നമ്മൾ ഈ വിടുതൽ ധ്യാനത്തിൽ കാണുക. അതിൽ നിന്ന് എങ്ങനെ മോചനം പ്രാപിക്കാം, എന്ത് പ്രാർത്ഥനകളാണ് നമുക്ക് ചെല്ലാൻ പറ്റുന്നത്, എന്ത് ദാനങ്ങളാണ് പരിശുദ്ധാത്മാവ് അതിൽ നിന്ന് കരകയറാൻ നമുക്ക് തന്നിട്ടുള്ളത് എന്ന് നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് 7 മൂലപാപങ്ങൾ എന്ന് പറയുന്നത്, 1 അഹങ്കാരം, 2 ആസക്തി എന്ന് പറഞ്ഞാൽ ലൈംഗികമായ ആസക്തി, ലസ്റ്റ് എന്ന് പറയും, 3 മടി, അലസത, 4 കോപം, 5 അസൂയ, 6 ദ്രവ്യാഗ്രഹം, 7 കൊതി, ഗ്ലട്ടണി എന്ന് പറയും. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഈ 7 പാപപ്രവണതകൾ, ഇതെല്ലാം ദൈവവചന അടിസ്ഥാനത്തിലുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് പുറത്തു കിടക്കാൻ സാധിക്കുക? ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമേ നമുക്ക് പുറത്തു കിടക്കാൻ സാധിക്കൂ. നമുക്ക് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്കൊന്ന് വായിക്കാം. റോമ 13:2. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവധി വരുത്തിവെക്കും എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നാം കഴുകപ്പെടണമെന്ന്, നാം തിന്മയിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കണം. അങ്ങനെയാണ് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ സാധിക്കുക. ഇതൊന്നും എനിക്ക് കുഴപ്പമില്ല, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സത്യത്തിനെതിരെ മോന്തിരിക്കുകയാണ്. നമ്മൾ വായിക്കണം, നാം പ്രകാശത്തിലേക്ക് കടന്നു വരണം. 1 യോഹന്നാൻ 1:5 നാം വായിക്കുകയാണ്, നമുക്ക് ഈ പാപപ്രവണതകൾ ഉണ്ടെന്നും ഈ പാപപ്രവണതകളാണ് നമ്മെ അലട്ടുന്നത് നമ്മൾ തിരിച്ചറിയണം. ഇതാണ് ഞങ്ങൾ അവരിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്ത സന്ദേശം. ദൈവം പ്രകാശമാണ്. ഈ പ്രകാശത്തിലേക്ക് നാം കടന്നു വരിക. ഇനി ഈ പാപങ്ങളെല്ലാം എന്താണ് പാപം? ഒരു പാപം ഒരു പുണ്യത്തിൻ്റെ വീഴ്ചയാണ്. എന്താണ് പുണ്യത്തിൻ്റെ വീഴ്ച എന്ന് പറയുന്നത്? നമുക്ക് പ്രിയപ്പെട്ടവരെ, ഇരുട്ട് പ്രകാശത്തിൻ്റെ അഭാവമാണെങ്കിൽ
പാപം പുണ്യത്തിൻ്റെ അഭാവമാണ്. എന്ന് പറഞ്ഞാൽ എളിമ ഇല്ലാത്തത് കൊണ്ടാണ് നാം അഹങ്കരിക്കുന്നത്. ശാന്തതയുടെ അഭാവമാണ് കോപം. അപ്പോൾ ഈ വിടുതൽ ധ്യാനത്തിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? കോപം എന്നിൽ നിന്ന് പുറത്തു കിടക്കാൻ മാത്രമല്ല നമ്മൾ പറയുന്നത്, ദൈവമേ അങ്ങയുടെ ശാന്തതയാൽ എന്നെ നിറയ്ക്കണമേ. നമ്മുടെ യുദ്ധം നമ്മൾ കണ്ടു കഴിഞ്ഞു, മനുഷ്യരോടല്ല പിശാചിനോടായതിനാൽ ഈ പിശാചിനെ പടപൊരുതാനുള്ള ആയുധങ്ങൾ നാം ധരിക്കണം. ഈ ആയുധങ്ങളാണ് ദൈവിക പുണ്യങ്ങളും ദൈവിക ദാനങ്ങളും. ഇവയെ സ്വീകരിച്ചുകൊണ്ടാണ് നാം വിടുതൽ പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുവനിൽ നിന്ന് ഒരു പിശാച് പുറത്തു പോയി കഴിയുമ്പോൾ അവൻ 7 പേരെ കൂട്ടിക്കൊണ്ട് വരാനുള്ള കാരണം നാം പുണ്യത്താൽ നിറയപ്പെടാത്തതിനാലാണ്. ശൂന്യമാക്കിയല്ല നാം ഇടേണ്ടത്, ദൈവാത്മാവിനാൽ ദൈവത്തിൻ്റെ വരദാന ഫലങ്ങളാൽ നാം നിറയപ്പെടണം. അതാണ് ഈ വിടുതൽ ധ്യാനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനിയും വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ഒരു സർപ്പത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. വെളിപാട് 12:3. ഇത് എന്താണ് ഈ സർപ്പത്തിൻ്റെ പ്രത്യേകത? സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം, അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. ഈ പിശാചിൻ്റെ 7 തലയും 7 കിരീടങ്ങളും ഈ 7 മൂല പാപങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 12-ാം അധ്യായം 17-ഉം 18-ഉം കൂടെ നമുക്ക് വായിക്കാം. 12-ാം അധ്യായം 17-ഉം 18-ഉം. പ്രിയപ്പെട്ടവരെ, ഇതിനെ നാം തകർക്കണം, ഇതിനെ നാം ദൈവത്തിന് അടിയറ വയ്ക്കണം. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവരുടെ സന്താനങ്ങളെ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ പാപ പ്രവണതകളുടെ പിന്നിൽ പിശാചാണ്. അവൻ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും 18-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം, അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. സമുദ്രത്തിൻ്റെ മണൽത്തിട്ട എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, സമുദ്രത്തിൻ്റെ പ്രത്യേകത ഇതെപ്പോഴും അലയടിച്ചു കൊണ്ടിരിക്കുന്ന സമുദ്രമാണ്. സമുദ്രത്തിൽ എപ്പോഴും അലയൊടുങ്ങുന്നില്ല. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മണൽത്തിട്ടയ്ക്ക് സാധ്യതയില്ല. ഇതിനെക്കുറിച്ച് പഠിച്ചവർ പറയുകയാണ്, ചില സാഹചര്യങ്ങളിൽ ചില സമയത്തേക്ക് മാത്രം പുറപ്പെട്ടു വരുന്ന ഒരു സംഭവമാണ് ഈ മണൽത്തിട്ട. എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഗ്യാപ്പ് കൊടുത്താൽ മതി, അവൻ അവിടെ നിലയുറപ്പിക്കുകയാണ് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള ചില വാതിലുകൾ, ചില ചെറിയ പ്രശ്നങ്ങൾ മതി, ചില സ്വഭാവ ദൂഷ്യങ്ങൾ മതി, ഈ പിശാച് ഈ 7 കിരീടങ്ങൾ, അവൻ്റെ തലയിലുള്ള 7 കിരീടങ്ങൾ, ഈ 7 മൂലപാപങ്ങൾ നമ്മിലേക്ക് അവൻ പടർത്താൻ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കഴുകപ്പെടാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കണം, ദൈവത്താൽ, ദൈവാത്മാവിനാൽ. അതിനു വേണ്ടിയിട്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ പാപപ്രവണതയായ പ്രൈഡ്, അഹങ്കാരം, അതെന്താണെന്ന് നോക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് പെട്ടെന്ന് വായിക്കാം. റോമ 12:16. റോമ 12:16 നമ്മൾ വായിക്കുന്നു, നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ, ഔദത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ, ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. പ്രിയപ്പെട്ടവരെ, എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ നടിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഔദിത്യത്തോടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ മൂലപാപമായ അഹങ്കാരത്തിൻ്റെ ആക്രമണമാണ്. അതുകൊണ്ട് തന്നെയാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 23-24 വാക്യത്തിൽ നാം വായിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ അഹങ്കാരമുള്ളവരാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? വചനം വെളിപ്പെടുത്തുകയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴമായി പതിയട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രശംസിക്കുന്നവൻ താൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്ന അറിവിൽ വിശ്വസിക്കട്ടെ. ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആരെങ്കിലും എന്തെങ്കിലും പ്രശംസ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തെക്കുറിച്ച് മാത്രമായിരിക്കട്ടെ. ഇതിനപ്പുറത്തേക്ക് നാം എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ട്? നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, കുടുംബതലമുറകളെക്കുറിച്ച്, പാരമ്പര്യത്തെക്കുറിച്ച് ഇതറിയാതെ ഈ അഹങ്കാരത്തിൻ്റെ കിരീടം പിശാച് നമ്മിൽ വെച്ചിരിക്കുകയാണ്. വീണ്ടും നമുക്ക് വായിക്കാം. ഇത് 1 കൊരിന്തോസ് 10:17 അധ്യായം. 1 കൊരിന്തോസ് 10:17 അധ്യായം 17 വാക്യം. 10-ാം അധ്യായം 17 വാക്യം. 1 കൊരിന്തോസ്. അപ്പം ഒന്നേയുള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്, എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാക്കുകളാണ്. 18-ാം വാക്യം.
നമ്മൾ മറ്റുള്ളവരെക്കാൾ ക്ഷേമന്മാരല്ല. നമ്മളെല്ലാം ഒരേ ശരീരത്തിൻ്റെ പല അവയവങ്ങളാണ്. ജനനം കൊണ്ട് മാത്രം ഇസ്രായേൽക്കാരായവരെ നോക്കുവിൻ. ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിലെ ഭാഗഭാഗത്വം. നമ്മളറിയണം, നമുക്ക് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ മറ്റുള്ളവരെക്കാൾ ക്ഷേമന്മാരല്ല. അങ്ങനെ നമ്മൾ ഭാവിച്ചാൽ ഇസ്രായേൽക്കാർ ഭാവിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, അതൊരു അഹങ്കാര ചിന്തയാണ്. ഒന്നുമില്ലാതിരിക്കെ 1 കൊരിന്തോസ് 4:7 നാം വായിക്കുകയാണ്, നാം എന്തിനാണ് ഒന്നുമില്ലാതിരിക്കെ നാം അഹങ്കരിക്കുന്നത്? നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളും പ്രിയപ്പെട്ടവരെ പലപ്പോഴും ദാനമായതിനെ ദാനമല്ല എന്ന മട്ടിൽ ചിന്തിക്കുകയും ഇതെൻ്റെ കഴിവാണ്, എൻ്റെ പ്രയത്നമാണ്, എൻ്റെ അധ്വാനമാണെന്ന് ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവമേ, നീ എന്നോട് ക്ഷമിക്കണമേ. വീണ്ടും നാം വായിക്കുന്നു യാക്കോബ് 1:17 എല്ലാം ദാനമാണ്, എല്ലാം പിതാവിൻ്റെ ദാനമാണ്. ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. 1 പത്രോസ് 5:5 നാം വീണ്ടും കാണുകയാണ്, ദൈവത്തിൻ്റെ കൃപ എളിമയുള്ളവരിലേക്കാണ് വരിക. അതുകൊണ്ട് തന്നെ എളിമയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ, പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എനിക്കപ്പം തന്നെ അനുസരിക്കാനൊരു പ്രയാസം. അത് അഹങ്കാരത്തിൻ്റെ അടയാളമാണ്. ഇങ്ങനെ ഒത്തിരി അടയാളങ്ങളുണ്ട് സമയ പരിമിതി മൂലം. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നമുക്ക് തന്നെ അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മിൽ അഹങ്കാരം പുറപ്പെടുന്നത്, എങ്ങനെയാണ് നമ്മൾ പോലും അറിയാതെ നമുക്ക് ഈ അഹങ്കാരം നമ്മിലുള്ളതെന്ന്. മാതാവാണ് ഇതിനെ തകർത്ത ഒരാൾ. ലൂക്ക 1:51 മാതാവ് പറയുകയാണ്, മാതാവിൻ്റെ സ്തോത്രഗീതമാണ്. അതിൽ മാതാവ് പറയുകയാണ്, അവിടുന്ന് എളിമയുള്ളവരെ അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ഇത് മാതാവ് സ്തോത്രഗീതമായി ആലപിച്ചതാണ്. ഇത് ദൈവിക സ്വഭാവമാണെങ്കിൽ എളിമയുള്ളവരെയാണ് ദൈവം കടാക്ഷിക്കുന്നത്. അതുകൊണ്ട് അഹങ്കാര ചിന്ത നമ്മൾ വെടിയണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്ന് പറയുന്നത് കൗൺസൽ എന്ന് പറഞ്ഞാൽ സതുപദേശം, ദൈവത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക. നാം ഉപദേശം സ്വീകരിക്കാൻ മടിയുള്ളവരാണോ? നമുക്ക് അഹങ്കാരമുണ്ട് എന്നുള്ളതാണ്. എനിക്കാരുടെ ഉപദേശം ആവശ്യമില്ല, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഞാൻ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളാണ്, ഞാൻ ഇത്രയും ജീവിതം കണ്ടുള്ള ആളാണ്, എൻ്റെ കുടുംബത്തിൽ തന്നെ അച്ഛന്മാരുണ്ട്, എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു മെത്രാനുണ്ട്, എന്നെ ആരും ഒന്നും ചോദിക്കാൻ വരരുത്. പ്രിയപ്പെട്ടവരെ, അത് അഹങ്കാര ചിന്തയാണ്. ഈ സതുപദേശം നേടിയാലാണ് നമുക്കിതിന് പുറത്തു കിടക്കാൻ പറ്റുള്ളൂ എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ദൈവത്തിൻ്റെ വചനം മർക്കോസിൻ്റെ സുവിശേഷം 15:34 കുരിശിൽ ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഇതിന്ന് പുറത്തു കിടക്കാൻ, അഹങ്കാരത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. ഇത് നാം ധ്യാനിക്കണം. 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, എലോ എലോ ലാമാ സബക്താനി, അതായത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇത് സങ്കീർത്തനം 22:1 മുതലുള്ള വാക്യങ്ങളാണ്. ഈ സങ്കീർത്തനം തന്നെയാണ് ഈശോ ആലപിച്ചത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് എന്ന് ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? യോഹന്നാൻ 10:30 നാം വായിക്കുകയാണ്, ഈശോയുടെ ജീവിതം മുഴുവൻ ഈശോ പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജീവിതം മുഴുവൻ പിതാവുമായി ലയിച്ചു ചേർന്നുള്ള ജീവിതമായിരുന്നു. പിതാവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക, ഇത്രമാത്രം ആഴമായി പിതാവിനോട് ലയിച്ചു ചേർന്ന ഈശോയുടെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, പിതാവുമായി വേർപെടുന്ന സമയമാണ്. യഥാർത്ഥത്തിൽ പിതാവ് ഈശോയെ ഉപേക്ഷിച്ചോ? ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ വ്യാഖ്യാനം ഇങ്ങനെയാണ്, പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ഈശോ എന്നതിൻ്റെ അടയാളം എത്ര ഈ പ്രാർത്ഥന. ഈ ലോക പാപം മുഴുവൻ ഈശോയിലേക്ക് വന്നപ്പോൾ
ഈശോയ്ക്ക് പാപം അറിയാത്ത, പാപമില്ലാത്ത പിതാവുമായി വേർപെടേണ്ടി വന്നു. ആ നിമിഷം, പാപം മുഴുവൻ ഈശോയിലേക്ക് വന്ന നിമിഷം, ഇത് പിതാവുമായിട്ടുള്ള വേർപാടിൻ്റെ നിമിഷമാണ്. അങ്ങനെയാണ് നമ്മുടെ പാപം മുഴുവൻ. ഇന്നത്തെ മാത്രമല്ല, അന്നത്തെ മാത്രമല്ല, ഇന്നത്തെയും വരാൻ പോകുന്ന നാം വായിക്കുകയാണ്, ഇന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം പോലും ഈശോയുടെ മേൽ വന്നു. യേശയ്യ 53:10 ഇതാണ് വെളിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, യേശയ്യ 53:10 ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അത് ഈശോ 2000 വർഷം മുമ്പ് മരിച്ചെങ്കിൽ ഇന്ന് ജീവിക്കുന്ന എൻ്റെ ജീവിതത്തിലുള്ള പ്രസക്തി എന്താണ്? നമ്മളറിയണം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും ഒന്നും ഒരുവൻ തന്നെയാണ്. അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ആര്? പിതാവ് പുത്രനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തു. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും, ആരാണ് ഈ സന്തതി പരമ്പര? ഞാനും നീയും, നിങ്ങൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, ഈ പിതാവായ ദൈവം പുത്രനിലൂടെ നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യുകയാണ്. നമ്മൾ അഹങ്കരിക്കുമ്പോൾ ഓർക്കണം, ഇത് ഞാൻ എന്നിലേക്ക് തന്നെ ചുരുങ്ങുകയാണ്. ഇതാ നമ്മുടെ ഈശോ നമുക്ക് മാതൃകയാണ്. തനിക്ക് വേണ്ടിയല്ല ഈശോ ജീവിച്ചത്, തനിക്ക് വേണ്ടിയല്ല കുരിശിൽ മരിച്ചത്. നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത്, നമുക്ക് വേണ്ടിയാണ് അവൻ പാപപരിഹാര ബലി ചെയ്തത്. പ്രിയപ്പെട്ടവർ, ഇതിനെക്കുറിച്ച് നാം ആഴമായി ധ്യാനിക്കുമ്പോൾ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം, ഈശോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും അവിടുത്തെ ഒറ്റിക്കൊടുത്തു, അവിടുന്ന് പരിത്യജിക്കപ്പെട്ടു. ബ്രിജിറ്റ് ഓഫ് സ്വീഡൻ എന്ന വിശുദ്ധിക്ക് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുണ്ടായി. ഈശോയുടെ ദേഹത്ത് 5430 മുറിവുകൾ ഉണ്ടായിരുന്നു. അവിടുന്ന് സുഖപ്പെടുത്തിയിട്ടേ ഉള്ളൂ. എന്നിട്ടും അവിടുന്ന് മുറിവേൽപ്പിക്കപ്പെട്ടു. അവിടുന്ന് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ടും അവിടുന്ന് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അയച്ചപ്പോൾ അവർ വെള്ളം കൊടുത്തില്ല, വിനാഗിരിയാണ് കൊടുത്തത്. ഈശോ ആരെയും കളിയാക്കിയിട്ടില്ല, അവർ അവനെ കളിയാക്കി. ആരും അറിയപ്പെടാത്ത 15ലേറെ സഹനങ്ങൾ എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചതാണ്. അവർ വൃത്തികെട്ട ദ്രാവകം ഈശോയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു അത്രേ. അതേപോലെ അറിയപ്പെടാത്ത അനേകം സഹനങ്ങൾ. എന്തിനാണ് അവർ അത് ചെയ്തത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി. നമുക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? നമ്മെ വീണ്ടെടുത്ത ഈശോ, തകർന്ന ഈശോ, അവിടുന്ന് ഒരിക്കലും നമ്മെ മുറിവേൽപ്പിച്ചില്ല. തന്നെ മുറിവേൽപ്പിച്ച, ഹൃദയത്തിൽ കുന്തം കൊണ്ട് കുത്തിയ ആ വ്യക്തിയെപ്പോലും സുഖപ്പെടുത്തിയവനാണ്. ഈശോയെ അറിയുന്നവൻ എളിമപ്പെടും. ഇത് ഫ്രഞ്ച് വിശുദ്ധനാണ് ചാൾസ് ഡി ഫുക്കോൾ. അദ്ദേഹം കണ്ടെത്തിയത്രേ, യേശുവിനേക്കാൾ താഴാൻ ആർക്കും പറ്റില്ല. വലിയ പണക്കാരനായിരുന്നു, പട്ടാളക്കാരനായിരുന്നു. ചരിത്രത്തിൽ നമുക്ക് വായിക്കാം, വിശുദ്ധ ചാൾസ് ഡി ഫുക്കോൾ എന്ന് എഴുതി കൊടുത്താൽ മതി. പ്രിയപ്പെട്ടവരെ, അഹങ്കാരത്തിൻ്റെ നെറുകയിൽ നിന്ന് ഈ മനുഷ്യൻ യേശു ക്രിസ്തുവിൻ്റെ എളിമയെക്കുറിച്ച് കണ്ടെത്തിയപ്പോൾ സ്വയം ശൂന്യവൽക്കരിച്ചു. വലിയ വിശുദ്ധനാണ് ചാൾസ് ഡി ഫുക്കോൾ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, നിന്റെ ഈ വചനം എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ. വീണ്ടും പുണ്യങ്ങൾ, ഞാൻ പറഞ്ഞു, പുണ്യത്തിൻ്റെ അഭാവമാണ് പാപമെങ്കിൽ നാം വളർത്തേണ്ട പുണ്യങ്ങളാണ് എളിമ, അനുസരണം, നന്ദി. അഹങ്കാര ദുർഭൂതത്തിൽ നിന്ന് മോചനം നേടാനുള്ള ദൈവിക പുണ്യങ്ങളാണ്: 1 എളിമ, 2 അനുസരണം, 3 നന്ദി. നന്ദിയുള്ളവന് അഹങ്കരിക്കാൻ പറ്റില്ല, അനുസരിക്കുന്നവന് അഹങ്കരിക്കാൻ പറ്റില്ല, എളിമയുള്ളവന് അഹങ്കരിക്കാൻ പറ്റില്ല. പ്രാർത്ഥന പിതാവിനോടുള്ള പ്രാർത്ഥനയാണ്. ഈശോ തന്നെ പ്രാർത്ഥിച്ചതാണ്, ആബാ പിതാവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്, എന്നെ അഹങ്കാരത്തിൽ നിന്ന് മോചിപ്പിച്ച് എളിമയാൽ നിറയ്ക്കണമേ. ആബാ പിതാവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്, എന്നെ അഹങ്കാരത്തിൽ നിന്ന് മോചിപ്പിച്ച് എളിമയാൽ നിറയ്ക്കണമേ. എല്ലാ ദിവസവും ഒരു 50 പ്രാവശ്യം, ഇതിനധികം സമയമൊന്നും എടുക്കില്ല. പ്രിയപ്പെട്ടവരെ, എളിമ വന്നാൽ അഹങ്കാരം നമ്മിന്ന് പുറത്തു കിടക്കും. ദൈവം നമ്മെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും എങ്ങനെയാണ് നമുക്കിതിൽ നിന്ന് വളരാൻ സാധിക്കുക എന്നുള്ളത്. 2 ലസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസക്തി, ഭോഗാസക്തി അല്ലെങ്കിൽ ലൈംഗികമായ ആസക്തി. പ്രിയപ്പെട്ടവരെ, ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേര് അനുഭവിക്കുന്ന, കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദുർഭൂതമാണ്, ഒരു പൈശാചിക പീഡയാണ് ആസക്തികളുടെ, ലൈംഗിക ആസക്തികളുടെ ദുർഭൂതം. ഞാൻ ഓർക്കുന്നു, ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. ഇദ്ദേഹം ഒത്തിരി പ്രാർത്ഥിക്കും, പള്ളിയിൽ പോവും, പക്ഷെ ഇദ്ദേഹത്തിന് ഒരു പ്രശ്നം. ഇദ്ദേഹനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി അച്ഛൻ ദയവ് ചെയ്ത് പ്രാർത്ഥിക്കണം, എനിക്ക് വിശുദ്ധി വളരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാ ദിവസവും തന്നെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഒരു പോണോഗ്രാഫിക് പിക്ചർ ഞാൻ കണ്ടിരിക്കും. ഇത് എങ്ങനെയാണ് എന്നെ പീഡിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നോട് തന്നെ അത് കണ്ടു കഴിയുമ്പോൾ തന്നെ വെറുപ്പാണ്. പക്ഷേ എന്നെ ഇത് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ദുർഭൂതമാണെങ്കിൽ നമ്മളറിയണം, നമ്മുടെ പരിശ്രമം കൊണ്ട് നമുക്ക് ഈ ആസക്തിയിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാൻ പറ്റില്ല. നമ്മൾ വായിക്കുന്നു മത്തായി 5:28. നമ്മൾ ഇതിൻ്റെ തീവ്രത മനസ്സിലാക്കണം.
എന്താണ് ഈ ആസക്തിയുടെ ഒരു പ്രത്യേകത? നമ്മൾ വ്യഭിചാരം ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൃദയത്തിലാണ് ആദ്യം ചെയ്യുന്നത്. ഈശോ പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വ്യഭിചാരം ചെയ്യുന്നൊരു വ്യക്തി ആ വ്യക്തിയുമായി ഒന്നാവുകയാണ്. അതുകൊണ്ടാണ് ശരീരത്തിൽ പാപം ചെയ്യുന്നവൻ പരിശുദ്ധാത്മാവിനെതിരെയുള്ളൊരു പാപമാണ്. കാരണം നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ, അതുവരെ ശാരീരികമായ ബന്ധമാണ് വ്യഭിചാരമെന്ന് മനുഷ്യൻ ചിന്തിച്ചിരുന്നപ്പോൾ ഹൃദയം പരിശോധിക്കുന്ന ദൈവം പറയുകയാണ്, നിന്റെ കണ്ണിലൂടെ, നിന്റെ ചിന്തയിലൂടെ, നിന്റെ ഭാവനയിലൂടെ നീ ഈ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇത് ഒരു വലിയൊരു പാപമാണ്. ഈ പാപം നമ്മൾ ആവർത്തിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അത് ഒരു ദുർഭൂതം അവിടെ ഭരണം നടത്തുകയാണ്. മണൽത്തിട്ടയിൽ അവൻ ഇരുന്നത് പോലെ അവൻ അവിടെ ഭരണം നടത്തുകയാണ്. അവിടെ നിന്ന് നമുക്ക് മോചനം നേടണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ശക്തി ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും നാം വായിക്കുക 1 പത്രോസ് 2:11. 1 പത്രോസ് 2:11 നാം ഇങ്ങനെ വായിക്കുകയാണ്. 1 പത്രോസ് 2:11. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന് പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകൾ. പലരും പറയാറുണ്ട്, അവർക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, പള്ളിയിലിരിക്കാൻ പറ്റില്ല, ഡിസ്ട്രാക്ഷനാണ്, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റില്ല, കുർബാനയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, എപ്പോഴും ഒരു ലൈംഗിക വിചാരങ്ങളും വികാരങ്ങളുമാണ്. വചനം കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. റോമ 8:7-8 വചനത്തിലൂടെ നാം വായിക്കുകയാണ്, ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്നവന് ആത്മാവിനെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. 8-ാം അധ്യായം 7-8 വാക്യങ്ങൾ. 8-ാം അധ്യായം. അതുകൊണ്ട് ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. എന്തുകൊണ്ടാണ് നാം ദൈവത്തിൻ്റെ ശത്രുവാകുന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കാനോ പ്രാർത്ഥിക്കാനോ പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്. കാരണം എന്താണ്? ജഡിക താല്പര്യങ്ങളിൽ പിശാച് നമ്മളെ മുഴുകിയിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കില്ല. എങ്ങനെയുള്ള ആത്മാവിന്? ജഡിക താല്പര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ അശുദ്ധി, ജഡികാസക്തി. 8-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. ജഡിക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഇത് ദൈവവചനമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഈ ആസക്തികളിൽ കുരുങ്ങിക്കിടക്കുന്ന മനുഷ്യ ഹൃദയത്തിന് സാധ്യമല്ല. അതുകൊണ്ടാണ് നാം ഇതിൽ നിന്ന് പുറത്തു കിടക്കേണ്ടത്. ഒത്തിരി വചനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതുണ്ട്. ഗലാത്യ 5:24 പൗലോസ്ലീഹ ഇങ്ങനെയൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യ 5:24, യേശു ക്രിസ്തുവിനുള്ളവർ അവരെന്താണ് ചെയ്യുന്നത്? തങ്ങളുടെ ജഡത്തെ, ശരീരത്തെ അതിൻ്റെ വികാരങ്ങളോടെ, മോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? ഞാൻ ഒരു വൈദികനാണ്, എനിക്കുണ്ട് ശരീരമുണ്ട്, ലൈംഗികത എനിക്കുണ്ട്, എല്ലാ മനുഷ്യനുമുണ്ട്. എനിക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, കണ്ണുണ്ട്, കാഴ്ചയുണ്ട്, എല്ലാ ശാരീരിക വികാരങ്ങളും പ്രവണതകളും എനിക്കുണ്ട്. പക്ഷെ വചനം എന്താണ് പറയുക പൗലോസ്ലീഹായിലൂടെ? യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ശരീരത്തെ, പഞ്ചേന്ദ്രിയങ്ങളെ, കൈകളെ, കാലുകളെ, ലൈംഗികതയെ, തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടെ, മോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം എന്നോട് പറയുകയാണ്, മകനെ, നീ നിൻ്റെ ശരീരത്തെ എന്നോട് ചേർത്ത് കുരിശിൽ തറയ്ക്കണം. അല്ലാതെ നിനക്ക് ജഡിക പ്രവണതകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിലൂടെ എഴുതി വെച്ചു. 1 കൊരിന്തോസ് 9:27 പൗലോസ്ലീഹ പറയുകയാണ്, ഇതാ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ പരിത്യക്തനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. 1 കൊരിന്തോസ് 9:27. പ്രിയപ്പെട്ടവരെ, തൻ്റെ ശരീരത്തെ, അതിൻ്റെ ഇംഗ്ലീഷിൽ വായിച്ചാലാണ് നമുക്കതിൻ്റെ കറക്റ്റ് അത് പിടികിട്ടുള്ളൂ. എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു എന്നാണെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഐ പണിഷ് മൈ ബോഡി ആൻഡ് ബ്രിങ് ഇറ്റ് അണ്ടർ കൺട്രോൾ. ഐ പണിഷ് മൈ ബോഡി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ശരീരത്തെ പീഡിപ്പിക്കുകയാണ്. ചിലക്ക് നമ്മൾ പണ്ട് കാലത്തെ സ്പിരിച്വാലിറ്റി ആണെന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട്. ഈ വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസി റോസാ മുള്ളുകൾക്കിടയിൽ കിടന്ന് അദ്ദേഹത്തിന് ഒരു വികാരം വന്നപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി റോസാ ചെടിയുടെ മുള്ളുകളുടെ ഇടയിൽ അദ്ദേഹം ഉരുണ്ടുവെന്നും അങ്ങനെ അദ്ദേഹം തന്നെ മുറിവേൽപ്പിച്ചുവെന്നും
ചരിത്രത്തിലുണ്ട്. ഇന്ന് മസീസിയെ ചെന്നാൽ അറിയാം, മുള്ളുകളില്ലാത്ത റോസാച്ചെടി. അത് ദൈവം ഫ്രാൻസിസിനെ ബഹുമാനിച്ചതാണ്. എന്താണ്? അദ്ദേഹം വചനപ്രകാരമാണ് ഇത് ചെയ്തത്. ഈ വചനത്തിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് 1 പത്രോസ് 4:1 നാം കാണുന്നു, ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട പറഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും ഒരു ലൈംഗികമായ പാപം നിന്നെ വേട്ടയാടുന്നുണ്ടോ? ഈ ദുർഭൂതമാണോ നിന്നെ അലട്ടുന്നത്? ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ദുർഭൂതമാണ് ആസക്തിയുടെ ദുർഭൂതം, ലൈംഗിക മ്ലേച്ഛതകളുടെ ദുർഭൂതം. ഇതാരും തുറന്നു പറയുകയോ ആരും സഹായിക്കുകയോ ഒന്നും പറയാറില്ല. ഇത് മൂടി വച്ചിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ഞാൻ ധ്യാനിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ട്രാൻസ്ലേഷനാണ്. എത്യോപ്യ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ട്രാൻസ്ലേഷനിൽ ഞാനിങ്ങനെ പറയുകയാണ്, ദൈവം ഒരിക്കലും ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും തമ്മിലുള്ള ലൈംഗിക ബന്ധം ദൈവം അനുവദിച്ചിട്ടില്ല. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധം ദൈവം അനുവദിച്ചിട്ടില്ല. ഇത് ഒരു ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വിവാഹമെന്ന കൂദാശയ്ക്ക് ശേഷം മാത്രമേ ദൈവം ഒരു ലൈംഗിക ബന്ധം അനുവദിക്കുന്നുള്ളൂ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നയാൾ ഇതൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്നോട് അദ്ദേഹം പറയുകയാണ്, ഇതൊന്നും അച്ഛാ ഇവിടെ പറയരുത്. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ ഇങ്ങനെയുള്ള പാപങ്ങളൊന്നും ഇല്ലേ? അല്ല, ഞങ്ങളത് പുറത്ത് പറയാറില്ല എന്ന്. ഞാൻ പറഞ്ഞു, ഇത് പുറത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ദൈവം വിദേശിയായ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. പാപം ചെയ്യാൻ ആർക്കും ഒരു നാണവും ഇല്ല, ഒരു മാനവും ഇല്ല. അത് പറയുമ്പോഴാണ് പ്രശ്നം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൻ പോണോഗ്രഫി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് കുഞ്ഞിനെ ബാധിച്ചിരിക്കും. അപ്പൻ സൂത്രത്തിൽ ബ്ലൂ ഫിലിം കാണുന്ന വ്യക്തിയാണെങ്കിൽ മക്കൾ അത് പരസ്യമായി തന്നെ അത് കണ്ടിരിക്കും. ഇത് പ്രിയപ്പെട്ടവരെ, മറിഞ്ഞിരിക്കുന്നതായി, വെളിച്ചത്ത് വരാതെ മറഞ്ഞിരിക്കുന്നതായി ഒന്നുമില്ല എന്ന് ദൈവവചനം പറയുകയാണ്. ഇതെല്ലാം പുറത്തു വരും. അതുകൊണ്ട് ഈ മേഖലയെ നാം ഒളിച്ചു വയ്ക്കുകയല്ല വേണ്ടത്. ഇത് ദൈവത്തിന് സമർപ്പിക്കണം, ദൈവത്തോട് മാപ്പ് ചോദിക്കണം. ഇതിന്ന് പുറത്തു കിടക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ഫിയർ ഓഫ് ദ ലോർഡ്, ദൈവഭയം. എന്താണ് ദൈവഭയം? ദൈവഭയം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, തിന്മയെ വെറുക്കലാണ്, പാപത്തെ ഉപേക്ഷിക്കുക. നാം വായിക്കുകയാണ് സിറാക്ക് പ്രഭാഷകന്റെ പുസ്തകം 31 അധ്യായം 10-11 വാക്യങ്ങൾ. പ്രഭാഷകന്റെ പുസ്തകം 31 അധ്യായം 10-11 വാക്യങ്ങൾ നാം വായിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഇതിന് പുറത്തു കിടക്കാൻ സാധിക്കുക? ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്? അവൻ അഭിമാനിക്കാൻ അവകാശമുണ്ട്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പോണോഗ്രഫി വാച്ച് ചെയ്യുന്നത് ഇറ്റ് ഈസ് നോട്ട് ഇല്ലീഗൽ. ആരും നമ്മളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, ആരും നമ്മെ പീഡിപ്പിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ട് നാം അത് ചെയ്യുന്നില്ല. അവന് അഭിമാനിക്കാൻ വകയുണ്ട്. ഇത് ഒരു കുരിശിൽ തറയ്ക്കലാണ്, ഒരു സഹനമാണ്, നമ്മെ തന്നെ വിട്ടുകൊടുക്കലാണ്. പ്രിയപ്പെട്ടവരെ, അതിലൂടെയാണ് ദൈവമഹത്വം ഉണ്ടാകുന്നത്. നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ, നമ്മെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിന്ന് പുറത്തു കിടക്കാനുള്ള ദൈവവചനം? യോഹന്നാൻ 19:27 ഈശോ പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ഇത് ഈശോയുടെ കുരിശിൽ കടന്നുകൊണ്ടുള്ള അവസാനത്തെ 7 വാക്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്, ഇതാ നിന്റെ അമ്മ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുന്നവർ, എന്താണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത? മദർ മോസ്റ്റ് പ്യുവർ, മദർ മോസ്റ്റ് ചേസ്റ്റ്, മദർ അൺഡിഫൈൽഡ്, മദർ മോസ്റ്റ് ഹോളി, മദർ മോസ്റ്റ് വെർജിൻ. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയൊരു സുഹൃതമാണ് ശുദ്ധത, പ്യൂരിറ്റി, ചാസ്റ്റിറ്റി. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുന്നവർ വിശുദ്ധരാകും. പരിശുദ്ധ അമ്മയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ലൈംഗികമായ പ്രശ്നങ്ങളുള്ളവരോട്, പ്രത്യേകിച്ച് ആസക്തികളിൽപ്പെട്ടവരോട് എപ്പോഴും കിട്ടിയിരിക്കുന്ന ഒരു ദൈവിക സന്ദേശമാണ് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ. പ്രത്യേകിച്ച് സമർപ്പിതർ ഇങ്ങനെയുള്ള മേഖലകളിൽ അവർക്ക് പ്രശ്നമുണ്ട്, കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അവരോട് ദൈവാത്മാവ് ഒരിക്കൽ പറഞ്ഞു തന്ന ഒരു ചോദ്യമാണ് അവരോട് ചോദിക്കുക, കൊന്ത ചെല്ലാറുണ്ടോ എന്ന്. അവർ പലരും കൊന്ത ചെല്ലുന്നത് നിർത്തി. അവർ കൊന്ത ചെല്ലുന്ന എപ്പം നിർത്തിയോ, ഇതാ ആസക്തിയുടെ ദുരാത്മാവ് നമ്മുടെ ചുറ്റും വട്ടം കറങ്ങും. എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ പരിശുദ്ധ അമ്മയുടെ ചാസ്റ്റിറ്റിയാൽ, പരിശുദ്ധ അമ്മയുടെ പ്യൂരിറ്റിയാൽ സംരക്ഷിക്കപ്പെടുകയാണ്. ഇത് കൃത്യമായി നിങ്ങൾ ഇന്ന് കേട്ടുകൊള്ളുക. ജപമാല പ്രാർത്ഥന നിർത്തിയ വ്യക്തികൾക്കെല്ലാം ഈ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഈ അവിശ്വസ്തത, ലൈംഗികമായ അവിശ്വസ്തതയുടെ മേഖലയിൽ അവർക്ക് പ്രശ്നമുണ്ടാകും. പരിശുദ്ധ അമ്മയാണ്
വിശുദ്ധിയിലേക്ക്, ചാസ്റ്റിറ്റിയിലേക്ക്, പ്യൂരിറ്റിയിലേക്ക്, സാങ്ക്ടിറ്റിയിലേക്ക് ഒരു ആത്മാവിനെ വളർത്തുന്നത്. ഇത് നാം ധ്യാനിക്കുക. എന്തുകൊണ്ടാണ് ഈശോ മാതാവിനെ നമുക്ക് അമ്മയായി തന്നത്? നമുക്കെല്ലാവർക്കും ഒരു അമ്മയെ ആവശ്യമുണ്ട്. പല രീതിയിലുള്ള ആന്തരിക മുറിവുകളാൽ ആസക്തിക്ക് അടിമപ്പെടുന്നവരുണ്ട്. ചിലർ ലൈംഗികമായി ദുരുപയോഗിച്ചു, ചെറുപ്പകാലത്തിലുണ്ടായ തിക്താനുഭവങ്ങൾ, ഒരു ആന്തരിക മുറിവുകൾ. പക്ഷെ ഇതിനെയെല്ലാം പ്രിയപ്പെട്ടവരെ ഉണക്കുന്ന വലിയ ഒരു ആയുധമാണ് പരിശുദ്ധ ജപമാല. ഈ ജപമാലയാണ്, ഈ ദൈവവചനം ജപമാല ഈ മേഖലയിലുള്ള ദുർബോധത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ആസക്തിയുടെ ദുർബോധത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കും. ഇതിന് നമുക്ക് വേണ്ട ദൈവിക പുണ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ശുദ്ധത, പിന്നെ മിതത്വം, ടെമ്പറൻസ്, പിന്നെയുള്ളത് മോഡസ്റ്റി. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് പിതാവിനോടുള്ള പ്രാർത്ഥനയാണ്. ആബാ പിതാവേ, അങ്ങേക്കെല്ലാം സാധിക്കുമല്ലോ, എന്നെ ആസക്തിയിൽ നിന്ന് മോചിപ്പിച്ച് ശുദ്ധതയാൽ നിറയ്ക്കണമേ. ആബാ പിതാവേ, അങ്ങേക്കെല്ലാം സാധിക്കുമല്ലോ, എന്നെ ആസക്തിയിൽ നിന്ന് മോചിപ്പിച്ച് ശുദ്ധതയാൽ നിറയ്ക്കണമേ. ആബാ പിതാവേ, അങ്ങേക്കെല്ലാം സാധിക്കുമല്ലോ, എന്നെ ആസക്തിയിൽ നിന്ന് മോചിപ്പിച്ച് ശുദ്ധതയാൽ നിറയ്ക്കണമേ. ഇനി അടുത്തത് സ്ലോത്ത് എന്ന് പറഞ്ഞാൽ മടി, അലസത. നമുക്ക് സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ ദൈവവചനത്തിൽ നാം വായിക്കുകയാണ്. മടിയനായ മനുഷ്യ, എറുമ്പിന്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവുക. 7-ാം വാക്യം. മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നു. എറുമ്പിൽ നിന്ന് പഠിക്കുക. പലരുണ്ട് അലസത, മടി. പലരും മദ്യപാനത്തിനും തെറ്റായ ബന്ധങ്ങൾക്കും ഗ്യാമ്പിളിങ്ങിനും ഒക്കെ അടിമപ്പെടാനുള്ള കാരണം ഈ അലസത എന്ന് പറയുന്ന ഒരു പാവമാണ്. പ്രിയപ്പെട്ടവരെ, അലസതയുടെ ഒരു പ്രത്യേകത, 2 തരത്തിലുള്ള അലസതയുണ്ട്. ഒന്ന് ഫിസിക്കൽ അലസത എന്ന് പറയും, ഭൗതികമായ അലസത എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യാതിരിക്കുക, കിടന്നുറങ്ങുക, അലസത. 2 ആത്മീയ അലസത. എന്താണ് ഈ ആത്മീയ അലസത? ആത്മീയ അലസതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്ക് ഇത്രയൊക്കെ മതി. ചിലർ പറയും, എന്നെ അങ്ങ് മനസ്സിലാക്കിയ എന്താ കുഴപ്പം, ഞാൻ അല്പം ദേഷ്യപ്പെടുന്ന ആളാണ്, നിനക്ക് ഇത്രയും നാളായിട്ട് എന്നെ മനസ്സിലായിട്ടില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, നീ എന്തുകൊണ്ട് മാറുന്നില്ല? ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യരുണ്ട്. അവർക്കൊക്കെ വേണ്ടത് നല്ല ചാട്ടവാറ് കൊണ്ടുള്ള ആത്മീയ ശിക്ഷണമാണ്. പ്രിയപ്പെട്ടവരെ, എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇടയ്ക്കൊക്കെ ദേഷ്യപ്പെടും, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചെറുക്ക് ഉറക്കം തൂങ്ങും, കൂർക്കം വലിക്കും. അതിനെന്താ, ഇത്രയും നാൾ ഞാൻ ഇങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? ആത്മീയ അലസത. പ്രിയപ്പെട്ടവരെ, നാം വിശുദ്ധിയിലേക്ക് വളരാൻ വിളിക്കപ്പെട്ടവരാണ്. ഓരോ നിമിഷവും നാം വിശുദ്ധിയിലേക്ക് വളരണം. നാം ഒരിക്കലും ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എന്തുകൊണ്ട്, ഞാൻ അല്പം മദ്യപിക്കും, ഞാൻ അങ്ങനെ വലിയ മദ്യപാനിയൊന്നുമല്ല, സ്വല്പം മദ്യപിക്കും. ഇതിപ്പോൾ മദ്യപിക്കാത്ത ആരാണ്? പ്രിയപ്പെട്ടവർ, ഇത് ദൈവദൂഷണമാണത്. നാം വളരണം വിശുദ്ധിയിലേക്ക്. പാപം ചെയ്യാൻ നമുക്ക് കഴിവുണ്ട്, എല്ലാവരും ചെയ്യുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്തോസ് 6:12 പൗലോസ് പഠിപ്പിക്കുകയാണ്, എല്ലാം നിയമാനുസൃതമാണ്. മദ്യപിച്ചാൽ ആരും നമ്മളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പോണോഗ്രഫി കണ്ടാൽ, അശ്ലീല ചിത്രം കണ്ടാൽ ആരും നമ്മെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നീറിപ്പോകുകയാണ്. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, പിശാച്, ഞാൻ പറഞ്ഞ ഹീസ് എ ഡിസീവർ, ഒരു വഞ്ചകനാണ്. അവനുള്ളിൽ നിന്ന് പറയാണ്, ഇതൊക്കെ മതി. അല്പം മദ്യപിക്കുക, എല്ലാവരും മദ്യപിക്കുന്നില്ലേ? നീ ഇങ്ങനെ അപവാദം പറയുന്നു, എല്ലാവരും പറയുന്നില്ലേ? നീ മറ്റൊരാൾ വന്ന വാർത്തയല്ലേ നീ ഫോർവേഡ് ചെയ്തത്? സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം, ഇതെല്ലാവരും ഉപയോഗിക്കുന്നില്ലേ? അപ്പം നീ ഉപയോഗിച്ചാൽ എന്താണ് കുഴപ്പം? പ്രിയപ്പെട്ടവരെ, ഇത് ആത്മീയ അലസതയാണ്. യഥാർത്ഥത്തിൽ ഈ പിശാചി നാം മോചനം പ്രാപിക്കേണ്ടതുണ്ട്. പലരും ഞാൻ മറ്റുള്ളവരുമായിട്ടാണ് നമ്മൾ താരതമ്യപ്പെടുത്തുന്നത്. അവനേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അവനേക്കാൾ കൂടുതൽ പള്ളിയിൽ പോകുന്നുണ്ട്. ഈശോയാണ് നമ്മുടെ മാതൃക, ഈശോ മാത്രം. 1 പത്രോസ് 2:21 നാം വായിക്കുകയാണ്, ഇതാ നമുക്ക് അനുകരിക്കാനായി അവിടുന്ന് നമ്മുടെയൊക്കെ ഒരു മാതൃക നൽകിയിരിക്കുന്നു. ഈ മാതൃക യേശു ക്രിസ്തുവിൻ്റെ മാതൃകയാണ്. യേശു ക്രിസ്തു മാത്രമാണ് നമുക്ക് മാതൃക നൽകിയത്. അവിടുന്ന് ക്ഷമയോടെ എല്ലാം ഏറ്റെടുത്തു. വീണ്ടും 21-ാമത്തെ വാക്യമാണ്. 21-ാമത്തെ വാക്യം, നമുക്ക് ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിച്ചു, നിങ്ങൾക്ക് അനുകരിക്കാൻ മാതൃക നൽകി. ഇത് നമ്മൾ കണ്ടെത്തണം. പ്രിയപ്പെട്ടവർ, ഇതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള പ്രാർത്ഥനയാണ്. ആബാ പിതാവേ, അങ്ങേക്ക് എല്ലാം സാധിക്കുമല്ലോ, അങ്ങയുടെ സ്നേഹത്താലും അനുസരണത്താലും എന്നെ നിറയ്ക്കണമേ. മടിയിൽ നിന്ന് പുറത്തു കിടക്കാൻ നമുക്ക് വേണ്ടത് ദൈവസ്നേഹമാണ്. സ്നേഹമുള്ളവർ, സ്നേഹിക്കുന്നവർ അധ്വാനിക്കും. സ്നേഹിക്കുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യും.
ത്യാഗം ഏറ്റെടുക്കും. അതേപോലെ അനുസരണ. ആബാ പിതാവേ, അങ്ങേക്കെല്ലാം സാധിക്കുമല്ലോ, എന്നെ അലസതയിൽ നിന്ന് മോചിപ്പിച്ച് സ്നേഹത്താൽ നിറയ്ക്കണമേ. ആബാ പിതാവേ, അങ്ങേക്കെല്ലാം സാധിക്കുമല്ലോ, എന്നെ അലസതയിൽ നിന്ന് മോചിപ്പിച്ച് സ്നേഹത്താൽ നിറയ്ക്കണമേ. ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. ഈ ദൈവവചനം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യമാണ്. യോഹന്നാൻ 19:30. ഈശോ പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അവസാന നിമിഷം വരെ എല്ലാ ആത്മാക്കളെയും വീണ്ടെടുക്കുന്നത് വരെ അവിടുന്ന് ത്യാഗം അനുഭവിച്ചു, അവിടുന്ന് സഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതായിരിക്കണം നമുക്ക് വിശ്രമിക്കേണ്ടത്. റെസ്റ്റ് ഇൻ പീസ്. മരണശേഷമാണ്. നാം മരിക്കുന്നത് വരെ ദൈവത്തിന് വേണ്ടി വിശുദ്ധിയിൽ വളരാൻ നമ്മളറിയണം. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നാം അധ്വാനിക്കേണ്ടത്, നമ്മുടെ ആത്മീയ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, ആത്മാവിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. യോഹന്നാൻ 6:28 നാം വായിക്കുകയാണ്. ഈ ഫരിസേയരും നിയമജ്ഞരൊക്കെ വന്നിട്ട് ഈശോയോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്? ജോലി താട്ടെ, ഞങ്ങളത് ചെയ്യാം, അങ്ങനെ ഞങ്ങൾ ദൈവത്തെ പ്രീതിപ്പെടുത്താം. അപ്പോൾ ഈശോ പറയുകയാണ്, അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? 26 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഈശോ അവരോട് പറയുകയാണ്, നശ്വരമായ 27 നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കേണ്ടത്? ഇപ്പം നമ്മൾ അധ്വാനത്തെക്കുറിച്ചാണ് കേട്ടോ. അലസതയിൽ നിന്ന് പുറത്തു കിടക്കണം. അത് ഇനിയും ഒരു ബംഗ്ലാവും കൂടെ മേടിക്കുക, ഒരു ഫ്ലാറ്റ് കൂടെ മേടിക്കാനല്ല. നിങ്ങളെ ആരും തെറ്റിദ്ധരിക്കരുത്. അനശ്വരമായ നിന്റെ ആത്മാവിന് വേണ്ട നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി നീ അധ്വാനിക്കണം. അങ്ങനെയാണ് നമുക്ക് അലസതയിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിക്കുക. ഇനി നമുക്ക് വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്താണ്? നോളജ്, അറിവ്. പരിശുദ്ധാത്മാവിൻ്റെ അറിവ്, അതാണ് നമ്മെ ഇതിൽ നിന്ന് പുറത്തു കടത്തുക. നാം സുഭാഷിതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ വായിക്കുകയാണ്. 1:23. ഈ ദൈവത്തിൻ്റെ അറിവ് നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് അധ്വാനിക്കുന്നത്? മക്കൾക്ക് വേണ്ടിയാണോ അധ്വാനിക്കേണ്ടത്? ഒരിക്കലുമല്ല. ആത്മരക്ഷയ്ക്ക് വേണ്ടി. എൻ്റെ ശാസന ശ്രദ്ധിക്കുക, എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം, എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എൻ്റെ ശാസന ശ്രദ്ധിക്കുക. നമുക്ക് അടുത്തത് കോപം. പ്രിയപ്പെട്ടവരെ, പലരെയും അലട്ടുന്ന ഒരു പൈശാചിക പീഡയാണ് കോപം. ഈ കോപത്തിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ദേഷ്യത്തിൽ മനുഷ്യർ കരയുന്നത്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ക്ഷമിക്കാനുള്ള ഭയം കൊണ്ടാണ്. ഞാൻ ഇനിയും മുറിവേൽപ്പിക്കപ്പെടുമെന്നുള്ള ചിന്ത. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഈ വചനമുണ്ട്, ലൂക്ക 23:34. ഇത് നാം ധ്യാനിക്കണം. ഈശോ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ നമ്മളാണ് ഈശോയുടെ കുരിശിന് വേണ്ടി നമ്മൾ നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. ഈശോ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. നമ്മൾ കാണുന്നു ഫരിസേയരെ, നിയമജ്ഞരെ, സദുക്കായരെ, പടയാളികളെ ഒരാൾ കുന്തം കൊണ്ട് കുത്തുന്നു. ഈശോയ്ക്ക് മുഴുവൻ സഹനമാണ്. നമ്മൾ പറയും, ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം. ഈ യഹൂദരും ഫരിസേയരും നിയമജ്ഞരും സദുക്കായരുമാണ് ഈശോയെ കുറിച്ച് തറച്ചത്. പക്ഷെ ഈശോ പറയുകയാണ്, നമ്മൾ ശ്രദ്ധിക്കണം. ഈശോ പറയുന്നത്, ഈശോ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഈശോ പറയാണ്, പിതാവേ, ഇവരോടൊന്നും അല്ല, പിതാവിനോട്, പിതാവേ, പാവം മനുഷ്യർ, ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എന്താണ് ഈശോ ഇത് പ്രാർത്ഥിക്കാനുള്ള കാരണം? 1 യോഹന്നാൻ 3:8 കാരണം പറയുകയാണ്, എന്തെന്നാൽ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പിശാചിന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാനാണ്. ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ, നമ്മൾ മലേറിയ ബാധിച്ച് കഴിയുമ്പോൾ, തലവേദന വന്നു കഴിയുമ്പോൾ, നമ്മൾ തലവേദനയ്ക്ക് മരുന്നെടുത്താൽ മലേറിയ മാറില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇപ്പോൾ ചുമയായിരിക്കാം, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചുമച്ചുകൊണ്ടിരിക്കാം. ദയവ് ചെയ്ത് ചുമയുടെ മരുന്ന് എടുക്കരുത്. ഓടിപ്പോയി COVID-19 ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. എന്താണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്പിരിറ്റ്, യഥാർത്ഥത്തിലുള്ള ദുരാരൂപി ആരാണ്? അവിടെയാണ് നമുക്ക് വിടുതൽ ലഭിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈശോ ഇവരെല്ലാം കണ്ടുകൊണ്ട് ഈശോ പറയുകയാണ്, പിതാവേ, ഇവരോട് ക്ഷമിക്കണം, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവർക്കറിയില്ല ഇവരെന്താണ് ചെയ്യുന്നതെന്ന്. ഇത് ഞാൻ വന്നിരിക്കുന്നത് പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാനാണ്. അഭിമന്യ ജോസഫ് സ്രാമ്പിക്കൽ പിതാവ്, വിശുദ്ധ എവേഗ്രിയൂസ് എന്ന് പറയുന്ന സഭാപിതാവ് പറഞ്ഞത്, പല പ്രാവശ്യം ആവർത്തിച്ചത് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് വെളിപ്പെടുത്തുകയാണ്. നീ ആരാണെന്ന് അറിയണമെങ്കിൽ മറ്റുള്ളവർ നിന്നോട് എന്ത് ചെയ്തു, നീ ഇപ്പോൾ എന്ത് ചെയ്തു എന്നല്ല, നീ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് നിന്നെക്കുറിച്ചുണ്ടായിരുന്ന പദ്ധതിയിലേക്ക് നോക്കണം. എന്തിനാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്? മനുഷ്യനെ തകർക്കാനല്ല, ഫരിസേയരെ നശിപ്പിക്കാനല്ല, സദൂക്കാരെ ഇല്ലാതാക്കാനല്ല, പീലോത്തോസിനെയും ഹീറോദോസിനെയും നശിപ്പിക്കാനല്ല, അവരെ പോലും വീണ്ടെടുക്കാനാണ്. ഒരുവൻ പോലും നശിച്ചു പോകാതെ ലോകത്തിലുള്ള സകലരെയും വീണ്ടെടുക്കാൻ വന്ന, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി അവന് വന്നത്.
പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാനാണ്. അതുകൊണ്ട് അവൻ്റെ ശത്രുവാരാണ്? പിശാചാണ്. നിന്റെ ഭർത്താവ് നിന്നെ പീഡിപ്പിക്കുമ്പോൾ, നിന്നെ അലട്ടുമ്പോൾ, നിന്റെ കൂട്ടുകാരെക്കുറിച്ച് അപവാദം പറയുമ്പോൾ, ഇതാ ഒരു തിന്മയുടെ ദുരാരൂപി അവളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാം അതിനെയാണ് പടപൊരുതേണ്ടത്. പ്രിയപ്പെട്ടവർ, ഈ വചനം നാം ധ്യാന വിഷയമാക്കണം. എങ്ങനെയാണ് ഈശോയ്ക്ക് ഇത് പ്രാർത്ഥിക്കാൻ പറ്റും? നമ്മളിതൊന്നും ധ്യാനിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ അർത്ഥം, അതാണ് അതിൻ്റെ സത്യം. എങ്ങനെയാണ് ഈശോ അങ്ങനെ നമ്മളെ ഈശോയുടെ കുറിച്ച് ഇവിടെ നിൽക്കണം? അപ്പോൾ ഈശോ പറയും നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ ദൈവമേ, ഞാൻ കാണുന്നുണ്ടല്ലോ ഈ ഫരിസേയരും നിയമജ്ഞരും ഒക്കെ ഇങ്ങനെ നിന്നെ പീഡിപ്പിക്കുന്നു, നിന്റെ മുഖത്ത് തുപ്പുന്നു, അവരല്ലേ നിന്റെ തലയിൽ ഈ മുൾമുടി തറച്ചത്. പക്ഷെ എന്നിട്ട് നീ എന്താണ് പറയുന്നത്? ഇവരറിയുന്നില്ല എന്ന്. എല്ലാം അറിയുന്നവൻ, 10,000 സൂര്യനേക്കാൾ ശോഭയുള്ള കണ്ണുള്ളവൻ ഇതാ പറയുകയാണ്, ഇവരറിയുന്നില്ല. നമ്മളിനിയും തിരിച്ചറിയേണ്ടതുണ്ട്. ഇതാരാണ് ഇതിനെ പറ്റി? എന്തിനാണ് ഈ വിടുതൽ ധ്യാനം നമ്മളിവിടെ വെച്ചിരിക്കുന്നത്? നമ്മൾ ശത്രുവിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പറ്റിയിരിക്കുന്ന പ്രശ്നം, നമ്മൾ നിരപരാധരെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനം ഇതൊന്ന് പുറത്തു കിടക്കാനുള്ളത്? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം പയറ്റി, ഭക്തി, ദൈവത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ കണ്ടെത്തുക. പിതാവിനോടുള്ള സ്നേഹമാണ് ഭക്തി എന്നാണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുക. ഭക്തി, ദൈവഭക്തി, പയറ്റി. എന്താണ് പിതാവിനോടുള്ള സ്നേഹം? പിതാവിൻ്റെ പ്രത്യേകത എന്താണ്? ലൂക്ക 6:35 നാം വായിക്കുകയാണ്. ലൂക്ക 6:35 മുതലുള്ള വാക്യങ്ങളിൽ എന്താണ് പിതാവിൻ്റെ പ്രത്യേകത? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. എന്താണ് പിതാവിൻ്റെ പ്രത്യേകത? നന്ദിഹീനർ. നമ്മുടെ ഒരു പ്രത്യേകതയാണല്ലോ, എപ്പോഴും പറയും ഒരു നന്ദിയില്ലാത്ത മനുഷ്യരാണ് അച്ഛാ, എത്രയോ ഞാൻ സഹായിച്ചു, ഒരു നന്ദിയില്ല. പക്ഷെ പിതാവിൻ്റെ സ്വഭാവം എന്താണ്? നന്ദിഹീനരോട്. ദുഷ്ടർ എന്ന് പറഞ്ഞാൽ വെറും പാപികളല്ല, പാപത്തിൻ്റെ കയത്തിൽ നീന്തി കിടക്കുന്ന മനുഷ്യരാണ് ദുഷ്ടർ. എന്ന് പറഞ്ഞാൽ പാപം അവരുടെ സ്വഭാവമായി മാറി. പിതാവ് അവരോട് പോലും കരുണ കാണിക്കുന്നു. ഈ ദൈവത്തിൻ്റെ സ്വഭാവം അതാണ് കിട്ടുക എന്നുള്ളതാണ് ദൈവഭക്തി, ദൈവത്തിൻ്റെ സ്വഭാവം. നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്ന ദൈവ സ്വഭാവം, അതാണ് കോപത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ദൈവ വഴി. നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, അങ്ങേക്കെല്ലാം സാധിക്കുമല്ലോ. കോപത്തിൽ നിന്നെ മോചിപ്പിച്ച് ശാന്തതയാൽ എന്നെ നിറയ്ക്കണമേ. ആബാ പിതാവേ, അങ്ങേക്കെല്ലാം സാധിക്കുമല്ലോ. കോപത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് ശാന്തതയാൽ എന്നെ നിറയ്ക്കണമേ. ആബാ പിതാവേ, അങ്ങേക്കെല്ലാം സാധിക്കുമല്ലോ. കോപത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് ശാന്തതയാൽ എന്നെ നിറയ്ക്കണമേ. കോപത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ദൈവിക പുണ്യങ്ങളാണ് ശാന്തത, ഡിൽനസ്, പേഷ്യൻസ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ കോപത്തിൻ്റെ ദുരാത്മാവെന്ന് നമുക്ക് പുറത്തു കിടക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കും. മറ്റത് അസൂയ, എൻവി അല്ലെങ്കിൽ ജലസി. ഇത് മറ്റുള്ളവരുടെ നന്മയിലുള്ള അസ്വസ്ഥതയാണ്, മറ്റുള്ളവരുടെ ഉയർച്ചയിലുള്ള അസ്വസ്ഥതയാണ്. ഇതൊരു പാപപ്രവണതയാണ്. ഇത് മനുഷ്യൻ പോലും ആഗ്രഹിക്കാതെ അവനിലേക്ക് വരുന്ന ഒന്നാണ് ഈ അസൂയ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 14-17 നാം കാണുകയാണ്. എങ്ങനെയാണ് നമുക്ക് അസൂയ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുക? അതിൻ്റെ ഫലത്തിൽ നിന്നാണ്. യാക്കോബ് 3:14 മുതലുള്ള വാക്യങ്ങൾ. യാക്കോബ് 3:14. എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ അരുത്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അസൂയയുള്ള, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ആയിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അവിടെ ഒരു വിലയിരുത്തൽ നടത്തരുത്. കാരണം സ്വാർത്ഥമോഹവും ആത്മപ്രശംസയുമാണ് അവിടെ നിങ്ങളെ ഭരിക്കാൻ പോവുക. വീണ്ടും നമ്മൾ വായിക്കുകയാണ് 15-ാം വാക്യം. ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ്. അസൂയ ഉള്ള വ്യക്തിയുടെ ജ്ഞാനം ഉന്നതത്തിൽ നിന്നല്ല. അസൂയുള്ള വ്യക്തിയിൽ ജ്ഞാനം പ്രവേശിക്കില്ല. വീണ്ടും 16-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, ദൈവവചനത്തിൽ നാം വായിക്കുകയാണ്, എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ തന്നെയായിരിക്കാം, എവിടെയെങ്കിലും ക്രമക്കേട്, ഡിസോർഡർ, ദുഷ്കർമ്മങ്ങൾ, അസൂയ അവിടെ ഭരണം നടത്തുന്നു. വീണ്ടും 17-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, എന്നാൽ ഉന്നതത്തു നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർവ്വവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതുമാണ്. അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല. പ്രിയപ്പെട്ട, അസൂയ വളരെ ഭീകരമായൊരു ദുരാത്മാവാണ്. എന്തുകൊണ്ടാണ് കായൻ ആബേലിനെ കൊന്നത്? അസൂയയാണ്. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, ഇത് നമ്മൾ പുറത്താക്കിയില്ലെങ്കിൽ, ഇത് നമ്മൾ പരിശുദ്ധാത്മാവോട് നിറച്ചില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ചെറിയ അസൂയ എന്ന് നമ്മൾ പറയുന്ന പോലും കൊലപാതകം വരെ എത്താം.
അതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ജ്ഞാനം. എന്താണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ? സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള, ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാനുള്ള കാഴ്ചയാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം പ്രഭാഷകൻ 33:7 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുകയാണ്. ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാകുന്നത് എങ്ങനെ? എല്ലാ ദിവസത്തെയും ഒരേ സൂര്യനാണ് പ്രകാശിപ്പിക്കുന്നതെങ്കിൽ. 33:7 പ്രഭാഷകൻ 33:7 മുതലുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് നമ്മളാണ് പറയുക. എന്ന് പറഞ്ഞാൽ വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാകുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ, ജ്ഞാനമില്ലാത്തവരാണ് പറയുക ഒരു പാട്ടുകാരൻ മറ്റൊരു പാട്ടുകാരനേക്കാൾ നല്ലതാണ്. ദൈവവിശ്വാസമുള്ളവൻ ഇങ്ങനെ പറയും, അവരെങ്ങനെയാണ്, അവർ മെച്ചപ്പെട്ടതാണെന്നല്ല പറയുക, അവർ വ്യത്യസ്തരാണെന്ന്. നമുക്ക് അടുത്ത വചനം വായിക്കാം, 8-ാമത്തെ വചനം. എന്താണ് ഇതിൻ്റെ അർത്ഥം? കർത്താവിൻ്റെ നിശ്ചയമനുസരിച്ചാണ് അവ വ്യത്യസ്തമാകുന്നത്. ഋതുക്കളും ഉത്സവങ്ങളും നിർണയിച്ചതും അവിടെ നിന്നാണ്. അവർ വ്യത്യസ്തരാണ്. എങ്ങനെയാണ് നമുക്ക് അസൂയ വിട്ടുപോവുക? ദൈവിക ജ്ഞാനം നിറയുമ്പോൾ. ഒരു വൈദികനുള്ള ദാനങ്ങളെല്ലാം മറ്റൊരു വൈദികന്. വിശുദ്ധ കാതറിന സീന ഇങ്ങനെ പറയുകയാണ്, ദൈവം തൻ്റെ വരദാനങ്ങൾ പലർക്കായി വിഭജിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് നാം പരസ്പരം ആശ്രയിച്ച് ദൈവത്തിലേക്ക് വളരേണ്ടതിനാണ്. നമ്മളൊരു ദ്വീപായി മാറാതെ പരസ്പര സ്നേഹവും സഹകരണവും ഉള്ളവരായി മാറേണ്ടതിനാണ്. എല്ലാ പാട്ടുകാരുടെയും സ്വരം ഒരേപോലെ ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് അതിന് വ്യത്യസ്തത വരുന്നത്, ഭംഗി വരുന്നത്? ദൈവം തൻ്റെ ജ്ഞാനത്തിലാണ് നമ്മെ വ്യത്യസ്തരാക്കിയിരിക്കുന്നത്. അസൂയ ഉള്ളവർ ജ്ഞാനമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, ആബാ പിതാവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. അസൂയയിൽ നിന്നെ മോചിപ്പിച്ച് ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. ആബാ പിതാവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. അസൂയയിൽ നിന്നെ മോചിപ്പിച്ച് സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. ലൂക്ക 23:43 ഈശോയുടെ അന്ത്യവചനങ്ങളിൽ ഒന്നാണത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വലതുഭാഗത്ത് തൂങ്ങിക്കിടന്ന കള്ളനായ വ്യക്തിയോട് ഈശോ പറയുകയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, അതുവരെ മോഷ്ടിച്ച് തിന്മ ചെയ്ത് പാപത്തിൽ ജീവിച്ച ഈ വ്യക്തിയോട് ഈശോ പറയുകയാണ്, നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. എന്താണ് കാരണം? അവൻ അനുദപിച്ചു. ജ്ഞാനമുള്ളവർക്ക് ഇത് കണ്ടെത്താൻ സാധിക്കൂ. 11-ാം മണിക്കൂറിൽ വന്ന വ്യക്തിക്കും ഒരേ കൂലി കൊടുത്ത ദൈവമാണ് നമ്മുടേത്. ദൈവത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും സമന്മാരാണ്. അവിടത്തേക്ക് ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല. അവിടത്തേക്ക് എല്ലാവരും ഒന്ന് തന്നെയാണ്. നമ്മളെല്ലാവരും ദൈവത്തിന് മുമ്പിൽ മക്കളാണ്. ഇത് ദൈവത്തിൻ്റെ കണ്ണിലൂടെ നമ്മളിത് എപ്പോൾ കാണുന്നു, നമുക്ക് അസൂയ വിട്ടുപോകും. ദൈവം എങ്ങനെയാണ് ഈ വ്യക്തിയെ കാണുന്നത്? ഇവൻ ദൈവത്തിൻ്റെ പൊന്നോമന പുത്രനാണ്. ധൂർത്തപുത്രനെ കണ്ട് നമ്മൾ പറയും, ഇവനൊക്കെ പന്നിക്കൂട്ടി കിടക്കേണ്ട ആളാണ്. അപ്പോഴാണ് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ആബാപിതാ വരുന്നത്. അവനെ എല്ലാവരും കാണുക വാരിപ്പുറന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. നിങ്ങളാകെ ഞെട്ടിപ്പോവും. ഞാൻ ഓർക്കുന്ന എൻ്റെ ഒരു സംഭവം, പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂട്ടത്തിലുള്ള ഒരു ആളോട്, ഒരു അച്ഛനോട്, എന്നെ സഹായിച്ചൊരു അച്ഛനാണ്. എനിക്ക് പെട്ടെന്നൊരു അസ്വസ്ഥത തോന്നി. ഈ അച്ഛൻ അത്ര ശരിയല്ല എന്നൊരു ചിന്ത. ഞാൻ എങ്ങനെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ ഈശോയെ, നിനക്കെല്ലാം അറിയാലോ, എനിക്ക് ഈ അച്ഛനോട് വലിയ താല്പര്യമില്ല, ഒരു മതിപ്പുമില്ല. എനിക്ക് ഈ അച്ഛനായിട്ടൊന്ന് ഡിസസോസിയേറ്റ് ചെയ്യണം. നിനക്കെന്ത് തോന്നുന്നു? എനിക്ക് ഈ അച്ഛനോട് ഒരു താല്പര്യമില്ല. നിനക്ക് എങ്ങനെയാണ്? ആർ യു ഹാപ്പി വിത്ത് ദിസ് പ്രൈസ്? ഞാൻ ഇങ്ങനെ ഈശോയോട് വാഗ്വാദം നടത്തി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, എനിക്ക് ഈ അച്ഛനോട് ഭയങ്കര മതിപ്പും സ്നേഹവുമാണ്. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, അപ്പോൾ നിനക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഈശോ പറഞ്ഞു, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു മതിപ്പുമില്ല. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താണ്? അപ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ പുരോഹിതനെ വിധിക്കാൻ നീ ആരാണ്? എൻ്റെ പുരോഹിതനെ വിധിക്കാൻ നീ ആരാണ്? പ്രിയപ്പെട്ടവരെ, അന്ന് ഈശോ എന്നെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്, എൻ്റെ ഈശോയെ, ഞാൻ ഒരിക്കലും ആരെയും വിധിക്കാതിരിക്കട്ടെ. നമുക്കത് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ഞാൻ ഒരിക്കലും ആരെയും വിധിക്കാതിരിക്കട്ടെ. എൻ്റെ ഈശോയെ, ഞാൻ ഒരിക്കലും ആരെയും വിധിക്കാതിരിക്കട്ടെ. അപ്പോഴാണ് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നത് ഈ അച്ഛൻ്റെ ത്യാഗങ്ങൾ, സഹനങ്ങൾ. ഈ അച്ഛൻ വ്യത്യസ്തനാണ്. അത്രയേ ഉള്ളൂ എൻ്റെ പ്രശ്നം. ഈ അച്ഛൻ വ്യത്യസ്തനാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ ഭർത്താവിനെ കുറിച്ച് നീ ആകുലപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് നീ ഈശോയുടെ മുമ്പിൽ ഒന്ന് പോയിരിക്കുക. നീ ജനിക്കുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ഭർത്താവ്, ഈ ഭർത്താവിനെ കുറിച്ച് നീ ഈശോയോട് ഒന്ന് കൺസൾട്ട് ചെയ്യുക. ജ്ഞാനം അതാണ് പ്രിയപ്പെട്ടവർ. ഈശോയോട് ചോദിക്കുക, എൻ്റെ ഈശോയെ, ഈ ഭർത്താവിനെ കുറിച്ച് എനിക്ക് യാതൊരു മതിപ്പുമില്ല, മദ്യപാനിയാണ്, എനിക്ക് തോന്നുന്ന പല തെറ്റായ ബന്ധങ്ങളുമുണ്ട്, ഇദ്ദേഹത്തിന് അശ്ലീല ചിത്രം കാണുന്ന സ്വഭാവമുണ്ട്, എനിക്കൊരു തരത്തിൽ ഈ മനുഷ്യനെ ഇഷ്ടമില്ല. ഈശോയോട് ചോദിക്കുക. അപ്പോൾ ഈശോ പറയും, നിൻ്റെ ഭർത്താവ് ജോണിയാണോ?
എനിക്ക് ജോണിയേക്കാൾ താല്പര്യമുള്ള വേറെ ആരും തന്നെ ഇല്ല എന്ന് പറയാം. അവൻ നല്ല മനുഷ്യനാണ്, അവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ കുടുങ്ങിയില്ലേ? നീ കുടുക്കിലായി. കാരണം ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ് ജോണിയെങ്കിൽ നീ അസൂയപ്പെട്ടിട്ട് എന്ത് കാര്യം? പ്രിയപ്പെട്ടവരെ, പൂന എന്ന് പറഞ്ഞ സ്ഥലത്ത് ബോംബെ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു നോട്ടീസ് ബോർഡ് ഉണ്ട്. എപ്പോഴും അവർ എന്തെങ്കിലും ഒരു കൊട്ടേഷൻ ഇടും. ചിലപ്പോൾ വചനമായിരിക്കാം, എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ കണ്ണിലുടക്കി ഇത് ഓർക്കുകയാണ്. 2005 ഞാൻ തോന്നുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: നിന്റെ ശത്രു ദൈവത്തിൻ്റെ ഉറ്റമിത്രമാണ്. നിന്റെ ശത്രു ദൈവത്തിൻ്റെ ഉറ്റമിത്രമാണ്. ഇത് നീ മറക്കാതിരിക്കുക. നിന്റെ ശത്രുവായ ഭർത്താവ് ദൈവത്തിൻ്റെ ഉറ്റമിത്രമാണ്. നീ കുടുങ്ങിയില്ലേ? ഞാനിങ്ങനെ കുടുക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, നമുക്ക് അസൂയയിൽ നിന്ന് പുറത്തു കിടക്കാം. നമുക്ക് വേണ്ടത് ദൈവിക ജ്ഞാനമാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ദൈവിക സുഹൃതങ്ങളാണ് സ്നേഹം, എളിമ, അനുസരണം. ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവായ ഈശോയെ, എന്നെ അസൂയയിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ, പരസ്നേഹത്താൽ നിറയ്ക്കണമേ. മറ്റൊന്നാണ് ഗ്ലട്ടണി, കൊതി എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഏശയ്യ 22:13 മുതലുള്ള വാക്യങ്ങൾ, ഏശയ്യ 22:13 മുതലുള്ള വാക്യങ്ങൾ, ഇത് പരിത്യാഗത്തിനുള്ള പേടിയാണ് കൊതിയുടെ മൂലകാരണം. പരിത്യാഗത്തിനുള്ള പേടി. എന്നാൽ അവിടെ ആഹ്ലാദത്തിമിർപ്പ്, കാളകളെയും ആടുകളെയും കൊല്ലുന്നു, അവിടെ ഇറച്ചി തീറ്റയും വീഞ്ഞുകുടിയും നമുക്ക് തിന്നുകുടിച്ച് മതിക്കാം, നാളെ നമ്മൾ മരിക്കും എന്നവർ പറയുന്നു. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. നിങ്ങളല്ല, കേട്ടുകൊണ്ടിരിക്കുന്നവരല്ല, സോമാലിയക്കാരാണ്. ആഹ്ലാദത്തിമിർപ്പ്, കാളകളെയും ആടുകളെയും കൊല്ലുന്നു, അവിടെ ഇറച്ചി തീറ്റ വീഞ്ഞുകുടി നമുക്ക് തിന്നുകുടിച്ച് മതിക്കാം, നാളെ നമ്മൾ മരിക്കും എന്നവർ പറയുന്നു. 14 വാക്യം, സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ കാതിൽ മന്ത്രിച്ചു. ഈ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈന്യങ്ങളുടെ കർത്താവ് കാതിൽ മന്ത്രിക്കുകയാണ്: നീ മരിക്കുന്നത് വരെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടുകയില്ല. സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഞെട്ടിപ്പോയി. ഇതിങ്ങനെ കുറേ ഉണ്ട്, മൊത്തം ഞാൻ വായിക്കുന്നില്ല. ദൈവസ്വരം, നമ്മളിത് കേൾക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം ഈശോ പറഞ്ഞു, യോഹന്നാൻ 6:63, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. നമുക്ക് മദ്യപിക്കാൻ, ഉത്സവത്തിൽ പങ്കെടുക്കാൻ, നമ്മളെ തന്നെ തിമിർപ്പിലാക്കാൻ ഒക്കെ നമുക്ക് സമയമുണ്ട്. പബ്ബിൽ പോകുന്നു, ക്ലബ്ബിൽ പോകുന്നു, ഡാൻസിന് പോകുന്നു, ജിമ്മിൽ പോകുന്നു. നമ്മുടെ ശരീരത്തെ നമ്മൾ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണിന് പോലും കാണാൻ പറ്റാത്ത കൊറോണ വൈറസ് വന്നാൽ മതി, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ആരോഗ്യവും അവൻ ചോർന്നെടുക്കുകയാണ്. ആത്മാവാണ് പ്രിയപ്പെട്ടവരെ ജീവൻ നൽകുന്നത്. നമ്മെ ആരും തെറ്റിദ്ധരിപ്പിക്കാതിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത്. നമ്മുടെ ശരീരത്തെ നമ്മൾ എന്തുമാത്രമാണ് നമ്മൾ സന്തോഷിപ്പിക്കുന്നത്. ഈ ലോകം മുഴുവൻ അങ്ങനെയാണ്. ഇന്ന് നാം ആയിരിക്കുന്ന ലോകത്തിൽ എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, അച്ഛാ എക്സർസൈസ് ചെയ്യണം എങ്കിൽ എന്ന പള്ളിയിൽ പ്രാർത്ഥിക്കും. ഇവരാരും പറയാറില്ല. ജിമ്മിൽ പോകുന്നുണ്ടോ? ചിലർ ഉപദേശിക്കുന്നതാണ്. വേണ്ട എന്നുള്ളതല്ല പ്രിയപ്പെട്ടവരെ. പ്രധാനപ്പെട്ടത് എന്താണ്? നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അതെന്താണ് പറയുന്നത്? നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ശരീരത്തെ ശക്തിപ്പെടുത്തുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് വിശുദ്ധ ഇഗ്നേഷ്യസ് ഓഫ് ലയോള എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. സൈന്യാധിപൻ, നല്ല ആരോഗ്യവും തണ്ടും തടിയുള്ള ഒരു മനുഷ്യനായിരുന്നു ഇഗ്നേഷ്യസ്. ഇദ്ദേഹം അനേകരെ തോൽപ്പിച്ചിട്ടുണ്ട്. കുതിരകളോട് പോലും അദ്ദേഹം ഓട്ടപ്പന്തയം നടത്തിയിട്ടുണ്ട് ഇഗ്നേഷ്യസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇദ്ദേഹത്തിന് കാലിനൊരു വെടി കിട്ടിയത്. കാലിൻ്റെ മുട്ടിൽ വെടി കിട്ടി, നടക്കാൻ പറ്റില്ല. ആശുപത്രി കിടക്കയിലായപ്പോഴാണ് ഇഗ്നേഷ്യസിന് മനസ്സിലായത് ഫിസിക്കൽ എക്സസൈസ് കൊണ്ട് ഒരു കാര്യമില്ല, ഒരു വെടി കിട്ടാൻ തീരുന്നേ ഉള്ളൂ കാലിൻ്റെ ആരോഗ്യം. ഇങ്ങനെ മനസ്സിലാക്കി ഇഗ്നേഷ്യസ് കിടക്കേ കിടന്ന് ചിന്തിക്കുകയാണ്. ഇദ്ദേഹത്തിന് കിട്ടിയ വചനമാണ്: നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം? ഈ ഇഗ്നേഷ്യസ് ആണ് അതുവരെ ഫിസിക്കൽ എക്സസൈസസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഇഗ്നേഷ്യസ് ആണ് ആശുപത്രി കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് എഴുതിയ മനോഹരമായ പുസ്തകമാണ് സ്പിരിച്വൽ എക്സസൈസസ്. നമ്മൾ വായിക്കേണ്ട പുസ്തകമാണ് സ്പിരിച്വൽ എക്സസൈസസ്. അദ്ദേഹത്തിന് മനസ്സിലായി ആത്മീയ വ്യായാമം ശാരീരിക വ്യായാമത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ്. ലോകം മുഴുവൻ വീണ്ടെടുത്ത ജെസ്യൂട്ട് സഭയുടെ സ്ഥാപകനാണ് ഇഗ്നേഷ്യസ്. വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ സഭാ വിഭാഗക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിച്ച വ്യക്തിയാണ് ഇഗ്നേഷ്യസ്. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ചിന്തിച്ചു ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനെല്ലാം ഈശോയുടെ പാദത്തിങ്കൽ കാഴ്ചവെച്ചപ്പോൾ ഇദ്ദേഹം ഒരു ആത്മീയ പ്രവാചകനായി മാറി. അനേകരെ വഴി നടത്തുന്ന ജെസ്യൂട്ട് സഭാ വിഭാഗം ഇഗ്നേഷ്യസിൻ്റെ സംഭാവനയാണ്. ആത്മീയമായി അദ്ദേഹം തൻ്റെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോഴാണ് ജീവിതം മുഴുവൻ വഴിമാറിയത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ധ്യാനിക്കേണ്ടത് ഈശോയുടെ വചനമാണ്. യോഹന്നാൻ 19:28 ഈശോ കുരിശിൽ കിടന്ന് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു.
വിശുദ്ധ മദർ തെരേസയുടെ മഠത്തിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഐ തേസ്റ്റ് കുരിശിനോട് ചേർന്ന്. നമ്മൾ ഓർക്കും ഇത് വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. ഈശോ വെള്ളം കുടിച്ചില്ല, നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ആത്മാവിന് വേണ്ടിയായിരുന്നു ഈശോയുടെ ദാഹം. അതിനുവേണ്ടിയാണ് ഈശോ അധ്വാനിച്ചത്, അതിനു വേണ്ടിയിട്ടാണ് ഈശോ ജീവിച്ചത്. നമുക്കും അത് വേണം. ഇതിനെ മോചിപ്പിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ഫോർട്ടിറ്റ്യൂഡ്, ആത്മധൈര്യം. എന്താണ് ഈ ഫോർട്ടിറ്റ്യൂഡ്? ദൈവത്തിനു വേണ്ടി അവസാനം വരെ പടപൊരുതാനുള്ള ധൈര്യമാണത്. ദൈവത്തിനു വേണ്ടി നിലകൊള്ളുക, ത്യാഗങ്ങൾ സഹിക്കുക, ത്യാഗം സഹിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഇതിന് മോചനം പ്രാപിക്കാനുള്ള ദൈവിക പുണ്യങ്ങളാണ് മിതത്വവും വിവേകവും, ടെമ്പറൻസ് ആൻഡ് പ്രൂഡൻസ്. നമുക്കിങ്ങനെ വായിക്കാം, ആബാപിതാവേ അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ, കൊതിയിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് മിതത്വത്താൽ എന്നെ നിറയ്ക്കണമേ. ആബാപിതാവേ അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ, കൊതിയിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് മിതത്വത്താൽ എന്നെ നിറയ്ക്കണമേ. അടുത്തത് ഗ്രീഡ് എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹം. പ്രിയപ്പെട്ട ഒരു വചനത്തിൽ നാം വായിക്കുകയാണ്, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാഗ്രഹം. ഇത് പണത്തോടുള്ള, പേരിനോടുള്ള, പ്രശസ്തിയോടുള്ള ആഗ്രഹമാണ്. ഇത് ദ്രവ്യാഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ ഇത് വിഗ്രഹാരാധനയാണ്. ഒന്നാം പ്രമാണ ലംഘനമാണ് സമ്പത്തിനോടുള്ള താല്പര്യം. 1 തിമോത്തി 6:9-10 നാം വായിക്കുകയാണ്, സമ്പന്നനാകാനുള്ള ആഗ്രഹം അനേകരെ വഴിതെറ്റിക്കുന്നു. ധനമോഹമാണ് എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാന കാരണം. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാന കാരണം. ഗ്രീഡ്, പ്രിയപ്പെട്ടവർ, ഇത് അനേകം കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട്, ബന്ധങ്ങളെ തകർത്തിട്ടുണ്ട്. പലരും ജയിലിലായിട്ടുണ്ട്, പലരും പ്രതിസന്ധിയിലായിട്ടുണ്ട്. അത്രയ്ക്കും മാരകമായ ഒരു പൈശാചിക പീഡയാണ് ഈ ദ്രവ്യാഗ്രഹം. മനുഷ്യരോർക്കും എപ്പോഴും ഒരു പറയും, പൈസ ഇല്ലാതെ എങ്ങനെ ജീവിക്കും? പൈസ നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവർ, അതൊരു വിഗ്രഹമാകുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത്. ഇതിന് മോചനം പ്രാപിക്കാൻ വേണ്ടി ഈശോയുടെ കുരിശിലെ പ്രാർത്ഥന, ലൂക്കാ 23:46, ലൂക്കാ 23:46. ഈശോ ആരായിരുന്നു? പ്രിയപ്പെട്ടവരെ, അടിമയായി ജനിച്ചവനാണ്. ജനിക്കാൻ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല, പരദേശിയായിരുന്നു ഈശോ. അവിടുന്ന് അടിമയെപ്പോലെ ജീവിച്ചവനാണ്, ഒന്നുമില്ലായിരുന്നു. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ധനികനായ മനുഷ്യൻ എല്ലാം കുന്നുകൂട്ടി അവൻ ആഹ്ലാദിക്കുകയാണ്. ഈശോ അവരോട് ചോദിച്ചു, നീ കൂട്ടിയിരിക്കുന്നതെല്ലാം ആരുടേതാകും? മകൻ, ഇതാരുടേതാകും? നീ കൊറോണ ബാധിച്ച് ഇപ്പോൾ ICUയിൽ കിടക്കുകയാണ്, ഇതാരുടേതാകും? നീ സമ്പാദിക്കുന്നതൊക്കെ ആർക്കു വേണ്ടിയാണ്? ഇതെല്ലാം ഒരിക്കൽ പിതാവിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിച്ച് നാം പോകേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് തന്നെ നമുക്ക് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയെ, അങ്ങയേക്കാൾ അധികമായി സമ്പത്തിനെ, സ്ഥാനമാനങ്ങളെ, എൻ്റെ തന്നെ വീടിനെ, ഞാൻ നേടിയതിനെ എല്ലാം എൻ്റേതായി ഞാൻ കാണുകയാണ്. എനിക്കിതിന് മോചനം വേണം.